സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹപ്പെട്ട അമികാലയെ ഒരു നല്ല പകലിനെ സ്വർഗ്ഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി ഒരുക്കി തന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് പ്രതികൂലത്തിന്റെ മധ്യയിലും പ്രതിസന്ധിയുടെ മധ്യയിലല്ല ദൈവം നമ്മളെ കരുതുന്ന കരുതൽ, അതിനെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അതുപോലെ ഇന്ന് നല്ല അനുഗ്രഹപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ ദൈവം കൃപയൊരുക്കി. സ്തോത്രം. സുരേഷ് പറഞ്ഞ സാക്ഷ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാര്യം കർത്താവ് ദൈവമക്കളെ കരുതുന്ന കരുതൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്, നമ്മളെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ് ദൈവത്തിന്റെ കരുതൽ. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ചില രോഗങ്ങളും പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ അതിന്റെ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, അത് സ്തോത്രം ഇപ്പോൾ ലോകത്തിൽ അനുഭവിക്കുന്ന വിഷയം നമ്മുടെ കുടുംബത്തിനകത്ത് വന്നോ വന്നില്ലയോ. സ്തോത്രം. അത് നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. പ്രൈസലോ. പക്ഷെ ദൈവം നമ്മളെ കരുതുന്ന കരുതൽ അതിനും അപ്പുറമാണ്. കാര്യം ആ സ്തോത്രം ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പ്രിയ മക്കളെ, ആ കുഞ്ഞിന് മേലെല്ലാം സ്തോത്രം ഒരു രോഗത്തിന്റെ ആരംഭം വന്നാൽ ബാക്കിയുള്ളത് എല്ലാം സ്തോത്രം കാലങ്ങൾക്ക് മുമ്പേ ആ രോഗം ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു അസുഖവും വരാതെ തന്നെ ആ പ്രാർത്ഥന കേട്ടു ദൈവം അവരെ എല്ലാം സൗഖ്യമാക്കിയതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് പകല് നമ്മളെ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾ മേല്, ദൈവമക്കളുടെ കുടുംബങ്ങൾ മേല് ഇന്ന് വെളിപ്പെടട്ടെ. ആരെങ്കിലും രോഗിയായി ഇരിക്കുന്നുവെങ്കിൽ, മാനസികമായി ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകലത്തെ മീറ്റിംഗിൽ ഒരു വലിയ വിടുതൽ നടക്കണം. സ്തോത്രം. അവരുടെ വേദന അറിയുന്ന ദൈവമാണ്. അവരുടെ മനസ്സിന്റെ വേദന, അവരുടെ കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ എല്ലാം അറിയുന്ന ആരാണ്? ദൈവമാണ്. അവര് സ്തോത്രം അലലിയ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ അവർ മേൽ സ്തോത്രം ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തി അവർ മേൽ വെളിപ്പെടുവാനും സൗഖ്യത്തോടെ പുറത്തു വരുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അതുപോലെ ഇന്ന് നമ്മളെ അനുഭവ പോയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് സ്തോത്രം ഫ്ലൈറ്റിലായിരിക്കാം ഈ സമയത്ത്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്തോത്രം ആ പോകുന്ന ക്വാറന്റൈനിൽ 14 ദിവസം ഇരിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും സൗദിയിലേക്ക് പോകുന്നത്. എല്ലാം അവരുടെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. അതുപോലെ നമ്മളെ ദൈവമക്കളെ കുടുംബത്തിനകത്ത് എല്ലാവർക്കും ജോലിയില്ലാത്തവർക്ക് ജോലി ഒരുക്കട്ടെ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർക്ക് സാമ്പത്തികമായി വിടുതലുണ്ടാവട്ടെ. മുന്നോട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ ഓരോ കുടുംബത്തിനകത്തും ഒരു വലിയ സാക്ഷ്യം കേൾക്കട്ടെ. അതുപോലെ വിദേശത്തേക്ക് ഇനിയും പോകേണ്ടവരുണ്ട്. സ്തോത്രം. അവരുടെയും തടസ്സങ്ങൾ, പ്രതികൂലങ്ങളെല്ലാം മാറ്റി അവരെ ദൈവം അയക്കട്ടെ. ആ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ. സ്തോത്രം. ദൈവദാസന്റെ മോന് സ്തോത്രം പോകാനുണ്ട്. അവിടെല്ലാം തടസ്സങ്ങളും പ്രതികൂലങ്ങളെല്ലാം മാറി സ്തോത്രം ദൈവത്തിന്റെ അത്ഭുതങ്ങളും ആ കുടുംബവും കാണുവാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്തോത്രം ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഒരു വ്യക്തമായ ഒരു കാര്യം പറയാം. നമ്മൾ വിശ്വസിച്ച് മറ്റുള്ളവരുടെ വിശ്വാസമല്ല, നമുക്ക് ദൈവമായിട്ട് എന്ത് ചെയ്യണം? ആഴമായൊരു വിശ്വാസവും ജീവിതവും ഉണ്ടാവണം. സ്തോത്രം. ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം, അനുഗ്രഹം ആർക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ? നമ്മളെ ജീവിതത്തിനകത്ത് വ്യക്തിപരമായി നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ദൈവമായി ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പലരും, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേര് കണ്ടു പോകുന്നവരാ, കേട്ടു പോകുന്നവരാ, അനുഭവിക്കുന്നവരല്ല. അനുഭവിക്കുന്ന ഒരു ചുരുക്കം മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ കാണുവാനും കേൾക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അത് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. എന്റെ പ്രിയ മക്കളെ, നമ്മളെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാലം അടുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ഇതുവരെ എല്ലാം പല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു, നമ്മൾ വിശ്വസിച്ച പോലല്ല. ഇനി നമ്മളെ വിശ്വാസം എന്ത് ചെയ്യണം? കൂട്ടേണ്ട സമയമായിക്കൊണ്ടിരിക്കുക. കാര്യം കൂട്ടുന്നെങ്കിൽ മാത്രമേ പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ? മാറിപ്പോട്ടുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന വലിയൊരു വിഷയമാണ് ഈ സ്തോത്രം. ഈ സ്തോത്രം ഇപ്പോഴത്തെ ഉള്ള സ്തോത്രം ഈ ഡോസ്, വാക്സിനേഷനുള്ള ഡോസ്, ഇങ്ങനത്തുള്ള കുറെ നിയമങ്ങളെല്ലാം മാറിപ്പോണം. കാര്യം എന്തുവാ? ഇതെല്ലാം മാറ്റുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സ്തോത്രം, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ദൈവമക്കൾ, അല്ലെങ്കിൽ യേശു ആരെന്ന് രുചിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്നും ഈ വാക്സിൻ എടുക്കാൻ ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സ്തോത്രം. അവരുടെ വിശ്വാസം എന്ത് ചെയ്യല്ലേ? തണുത്തു പോവല്ലേ? അവർക്ക് ആ വിശ്വാസത്തിനകത്ത് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റണം. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ജയിക്കാൻ പറ്റണം. ഇതൊരു നിസ്സാര വിഷയമാണ്. പ്രൈസലോ. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് ജയിച്ചാലേ ഇനിയുമുള്ള വലിയ പ്രതികൂലത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അതിന് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട മാത്രമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആര് മറുപടി തരും? ദൈവം മറുപടി തരും. നിയമപാലകന്മാരെല്ലാം നമുക്ക് അനുകൂലമാവും. ദൈവം ദേശത്ത് ആമികാലയിലെ ചില അന്ധകാരങ്ങളെ മാറ്റുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും, നമുക്ക് വിടുതൽ ലഭിക്കും. ഇന്ന് പ്രിയ ദൈവമക്കളെ, അപ്രകാരം പ്രാർത്ഥനയോടിരിക്കണം. വലിയ അത്ഭുതങ്ങൾ എല്ലാം ദൈവമക്കൾക്ക് എന്ത് ചെയ്യണം? അനുഭവിക്കാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ
സ്തോത്രം കഴിഞ്ഞ നാളുകളിലെല്ലാം പറയുമ്പോൾ എല്ലാവരും സ്തോത്രം നിസ്സാരമായി കണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുമ്പോഴെല്ലാം നിസ്സാരമായി കേട്ടിട്ട് പോകുന്ന വാക്കുകളായിരുന്നു. എന്തുവാ? മുമ്പേ പോകുന്നവർ ഭാഗ്യവാന്മാർ. വചനം പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. മുമ്പേ പോയവരാണ് ഭാഗ്യവാന്മാർ. കാര്യം എന്തുവാ? ഇനി അങ്ങോട്ട് പ്രതികൂലം വരാൻ പോവാ. ഇനി ഇവിടെ ജീവനോടിരിക്കുന്നവർ ആ പ്രതികൂലം എന്ത് ചെയ്തേ പറ്റൂ? നേരിട്ട് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അവിടെ കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദൈവമായി തന്നെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി ആര് വാദം തുറക്കും? സ്തോത്രം. ഞാൻ ഈ ഡോസിനെതിരെയൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പലരും ചിന്ത എങ്ങനെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കണം. ഞാൻ ഡോസിനെതിരെയൊന്നും അല്ല പ്രസംഗിക്കുന്നത്. കാര്യം ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയുക. സ്തോത്രം. കഴിഞ്ഞ വർഷം ഒരാൾ വന്നതിൻ്റെ അടുത്ത് വന്ന് ഡോസ് എടുത്തില്ലെങ്കിൽ പല ജില്ലകളിൽ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ നമുക്ക് പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ജില്ലയിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ സ്വഭാവം അതാണ്. ഇപ്പൊ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. സ്തോത്രം. ഞാൻ കൊല്ലത്ത് ഇരിക്കാൻ ദൈവത്തിലേക്ക് ഇതാവുമെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കും. ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ ആര് കണ്ടാ മതി? ദൈവം കണ്ടാ മതി. ഞാൻ തിരുവനന്തപുരത്തോ എറണാകുളത്തോ യാത്ര ചെയ്യുമ്പോൾ ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ ആ യാത്രയ്ക്ക് അർത്ഥമുണ്ടോ? സ്തോത്രം. ഞാൻ പോകുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടോ? അതിനകത്ത് ദൈവത്തിന്റെ നാമത്തിനെ പ്രശംസിക്കാൻ വല്ല വകയുണ്ടോ? ദൈവം എന്താ ആഗ്രഹിക്കുന്നു അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീട്ടിൽ ഇരുന്നാലും എനിക്ക് വേണ്ട ആഹാരം ആരൊരുക്കി തരും. ഞാൻ കടയിൽ പോയാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ട ആഹാരം ആരൊരുക്കി തരും? ദൈവം ഒരുക്കി തരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏലിയാവ്. ദൈവത്തിന്റെ ദൂത് പറഞ്ഞു കഴിഞ്ഞ് ദൂതിനെ അനുസരിച്ച് ദൈവത്തിന്റെ ദൂത് ആഹാബ് രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെ പോയിരുന്നു? സ്തോത്രം. തോടിനരികെ പോയിരുന്നു. അവിടെ ഏലിയാവിന് കറക്റ്റ് ആഹാരമാണ്. എങ്കിൽ ഞാൻ സാധനം മേടിച്ചില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യും? ആഹാരം ആര് തരും? ദൈവം തരും. സ്തോത്രം. കഞ്ഞിയും പയറും വന്നോ ദൈവം കൊടുത്തേ? ആണോ? അപ്പോ ഇറച്ചിയാവും. ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരമാണ് എവിടെ കൊടുത്തേ? ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറഞ്ഞ തോടിനരികെ ആർക്ക് കൊടുത്തത്? ഏലിയാവിന് ദൈവം ഒരുക്കി കൊടുത്തേ. വെള്ളം പറ്റി ഉടനെ അടുത്ത സ്ഥലം സറാഫത്തിലെ വിധവയുടെ വീട് ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. അവിടെ ഏലിയാവിനെ തിരക്കി ആര് നടക്കുക? ആഹാബ് രാജാവും സൈന്യവും നടക്കുക. ഏലിയാവ് എവിടെ ഉണ്ടെങ്കിലും ഏലിയാവിനെ എന്ത് ചെയ്യണം? തകർത്ത് കളയണമെന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ ദൈവം തൊട്ടോ? ദൈവം തൊടാൻ സമ്മതിച്ചോ? ദൈവം തൊട്ടു. ആരെ തൊട്ടു? ഏലിയാവിനെ തൊട്ടതുകൊണ്ടാ ഏലിയാവിനെ ആര് സുരക്ഷിതയോട് സൂക്ഷിച്ചത്? ദൈവം സുരക്ഷയോട് സൂക്ഷിച്ചത്. പക്ഷെ ആഹാബ് രാജാവിന് ഏലിയാവിനെ തൊടാൻ പറ്റിയോ? ഇല്ല. പ്രൈസലോ. ഇന്ന് പ്രിയ മക്കളെ, ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും എന്റെ ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കും എന്നുള്ള ഉറപ്പോട് അനുസരിക്കാൻ തയ്യാറെങ്കിൽ ആര് കരുതിക്കൊള്ളും? ദൈവം നമ്മളെ കരുതിക്കൊള്ളും. മറന്നുപോകല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. സ്തോത്രം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നപ്പോഴാണ് പറയുന്നത്, ഒരു ജന്മനാൽ ഒരു അന്ധനെ സ്തോത്രം വഴിയരികെ ഇരിക്കുന്നത് ആര് കണ്ടു? കർത്താവായ യേശു കണ്ടു. യേശു ശിഷ്യന്മാരോട് നിന്നു. ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ചു, ഇവന്റെ മാതാപിതാക്കള് പാപം ചെയ്തിട്ടാണോ ഇവൻ ജന്മനാൽ കുരുടനായത്? കർത്താവ് പറഞ്ഞു, ഒരിക്കലുമല്ല. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ചോദിക്കുന്നു, ഇവൻ പാപം ചെയ്തതുകൊണ്ട്? ഒരിക്കലുമല്ല. സ്തോത്രം. ഞാൻ അപ്പോഴും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ വ്യക്തമായി മനസ്സിലായി, മാതാപിതാക്കൾ പാപം ചെയ്താൽ ആർക്ക് വരും? അത് തലമുറയ്ക്ക് വരും. സ്തോത്രം. തലമുറയ്ക്ക് വരും. മാതാപിതാക്കളുടെ ചില തീരുമാനമായിരിക്കും തലമുറയ്ക്ക് അനുഗ്രഹം. സ്തോത്രം. മാതാപിതാക്കൾ ദൈവസ്ഥാനി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹം ആര് പ്രാപിച്ചിരിക്കും? തലമുറ പ്രാപിച്ചിരിക്കും. അത് നിശ്ചയമായ കാര്യമാണ്. മാതാപിതാക്കൾ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ തലമുറ എന്ത് ചെയ്യും? നിശ്ചയമായ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഇന്ന് കാണുന്ന പല തലമുറയുടെ അനുഗ്രഹവും മാതാപിതാക്കൾ വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ, ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് അവർ ദൈവത്തിന് വേണ്ടി ചില കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് പല തലമുറയും എന്ത് ചെയ്യുന്നത്? നന്മയും അനുഗ്രഹവും പ്രാപിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ മക്കൾ അനുഭവിക്കും. അതേപോലെ തന്നെ സ്തോത്രം, മാതാപിതാക്കൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? തലമുറയ്ക്ക് പ്രാപിക്കാൻ കഴിയും. സ്തോത്രം. എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കൾ ചെയ്ത തെറ്റുകളൊന്നും രക്ഷിക്കപ്പെട്ട തലമുറയ്ക്കുടെ മേൽ വരത്തില്ല. പ്രൈസലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, തെറ്റ് പറ്റല്ലേ, അയ്യോ എന്റെ അപ്പനും അമ്മയും ചെയ്ത പാവമാണ് ഇപ്പൊ ഞാൻ ഒരിക്കലും ഇല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്റെ മാതാപിതാക്കൾ ചെയ്ത ഒരു പാവവും നിന്റെ മേൽ എന്ത് വരത്തില്ല. കാര്യം നീ ആരെയായി? നിന്റെ പിന്നെ മാതാപിതാക്കൾ ആരാ? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മാതാപിതാക്കൾ ആരാ? പിന്നെ കർത്താവായ യേശു. സ്തോത്രം. ആമേൻ. നമ്മളെ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശം വന്നത് എന്തുകൊണ്ടാണ്? രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ മക്കളെന്ന് അറിയപ്പെടുന്നത്, അല്ലാതെ ദൈവത്തിന്റെ ദാസന്മാരെന്നല്ല അറിയപ്പെടുന്നത്.
ദൈവത്തിന്റെ അമികാല സ്തോത്രം ദാസന്മാരെന്ന് അറിയപ്പെടുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, മക്കൾ എന്നറിയപ്പെടുവാനാണ് വിളിച്ചത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിലായ ഒരു ദൈവ പൈതലിനെ പിന്നെ ദൈവം ആരാട്ടാ കാണുന്നത്? സ്വന്തം മക്കളാട്ടാ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് മാതാപിതാക്കൾ പിന്നെ ആരാ? അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ആരെ അനുസരിച്ചാ മതി? കർത്താവായ യേശുവിനെ അനുസരിച്ചാൽ മതി. യേശുവിനെ ഭയപ്പെട്ടാൽ മതി. യേശുവിനെയാണ് നീ ഭയപ്പെടുന്നത്, യേശുവിനെയാണ് അനുസരിക്കുന്നത്, യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടി. സ്തോത്രം, സ്തോത്രം. ചിലര് പറയാറുണ്ട്, ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങൾ സകലം വിട്ട് എന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്തുവാ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ആരുമായിട്ട ബന്ധം? കർത്താവുമായിട്ട ബന്ധം. അവിടെ പിന്നെ അവന്റെ ഓരോ സ്റ്റെപ്പ് ചെയ്യേണ്ടതും ആരോട് ചോദിച്ചിട്ടാ? അല്ലാതെ ലോകത്തുള്ള മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ ചോദിച്ചാണ് ചെയ്യണ്ടേ? അവൻ ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. സ്തോത്രം. ദൈവത്തോട് ചോദിച്ചിട്ടാണ് അവൻ ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ +2 കഴിഞ്ഞപ്പോ സ്തോത്രം മനോമനുഷ്യന്റെ മക്കൾ എന്നെ വിളിച്ചിട്ട് വന്ന്, സ്തോത്രം സ്തോത്രം, എന്താണ് ദൈവം ഞങ്ങളെ കുറിച്ച് വെച്ചിരിക്കുന്ന ഫീച്ചർ? എനിക്ക് തോന്നുന്നു അതൊരു 6 മാസം മുമ്പ് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ഞങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി? സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി എന്ത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ റൂട്ടിലേക്ക് മാറാൻ പറഞ്ഞു. സ്തോത്രം. നമ്മൾ ദൈവമക്കളായി കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതിയും പ്ലാനും എല്ലാം ആരാ നിശ്ചയിക്കുന്നത്? ദൈവമാണ്. ദൈവം നിശ്ചയിക്കണം. ദൈവത്തിന് വേണ്ടി ദൈവം പറയുന്ന പ്രകാരം ജീവിക്കുന്ന ഒരാളെ മാത്രം ആർക്ക് മതി? ദൈവത്തിന് മതി. സ്തോത്രം. ആ വാക്യം ഒന്ന് അടുത്തൊന്ന് വായിക്കാം. വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി അവനോട് സ്തോത്രം തുപ്പൽ തേച്ചു, കുളത്തിലേക്ക് പോയി, കണ്ണ് കഴുകാൻ പോയി. മുതലുമായി ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തും തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവന്റെ കണ്ണിൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരൻ അവനെ മുമ്പേ ഇറക്കുന്നവനായി കണ്ടവനും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഒരു മിനിറ്റ്. ദൈവം ദൈവജനത്തെ ദേശത്ത് അനുഗ്രഹിക്കുമ്പോൾ ഇന്ന് നീ അപമാനമായിരിക്കാം, പരിഹാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിന്നാപാത്രമായിരിക്കാം. ചിലർക്ക് നിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര സന്തോഷമായിരിക്കാം, പരിഹസിച്ച് സന്തോഷിക്കുന്നവരായിരിക്കാം നിന്റെ ബന്ധുമിത്രാദികൾ, സ്വന്തക്കാര്, നിന്റെ അയൽവാസികൾ, പലരും. പക്ഷെ ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം ഒരാളെ വിടിവിക്കാൻ തുടങ്ങുമ്പോൾ, ഒരാളെ സൗഖ്യമാക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ദേശത്ത് ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങുമ്പോൾ, നിന്നെ നോക്കി ചിലർ പറയും, അയ്യോ കഴിഞ്ഞ നാളുകൾ ഇന്ന വ്യക്തിയല്ലായിരുന്നു, ഇപ്പോൾ അവരുടെ അവസ്ഥ മാറിയോ? സ്തോത്രം. ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും അവർ നോക്കുന്ന രീതിയിലായിരിക്കും ദൈവം ആരെ അനുഗ്രഹിക്കുന്നത്? ദൈവജനത്തെ അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവജനത്തെ അനുഗ്രഹിക്കുന്നത് സ്തോത്രം നമ്മളെ അതുവരെ പരിഹസിച്ചവൻ ഞെട്ടി പോകുന്ന രീതിയിലായിരിക്കും. കാര്യം എന്തുവാ? പരിഹസിക്കുന്നവന്റെ ചിന്ത എന്തുവാ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഉയർന്നു വരത്തില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? തകർന്നു പോയിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അവൻ നമ്മളെ കൂടുതലായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്വർഗ്ഗത്തിലെ ദൈവം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആരെ ഉയർത്തുന്നേ? നമ്മളെ ഉയർത്തുന്നേ. ആ നമ്മളെ ഉയർത്തുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും? അവൻ ഞെട്ടിപ്പോവും. അവൻ തന്നെ പറയും, എന്തുവാ, അയ്യോ ഇന്ന ആളായിരുന്നു, ഇയാള് ഈ രീതിയിൽ അനുഗ്രഹപ്പെട്ടോ, ഇതേപോലൊരു അനുഗ്രഹം സ്തോത്രം പുള്ളിക്ക് ഉണ്ടായോ? സ്തോത്രം. ചിലര് പറയും, എന്ത് ചെയ്യും? അവര് തന്നെ പറയും, ഇനി ഇയാളെ പോലെ ഇരിക്കുന്ന ആളാണോ? സ്തോത്രം. ഇതേപോലെ ദൈവത്തിന്റെ പദ്ധതി. നമ്മളത് എന്ത് ചെയ്തുവാ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ചില അനുഗ്രഹം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും, അല്ലെങ്കിൽ വിദേശ നന്മ കിട്ടും എന്നെല്ലാം പറയുമ്പോൾ നമ്മളത് എന്ത് ചെയ്തുവാ? സ്തോത്രം. ഇന്ന വഴിയായിരിക്കും വരുന്നത്. അങ്ങനൊന്നും അല്ല ദൈവം ചെയ്യുന്നത്. സ്തോത്രം. കാര്യം എന്തുവാ? പ്രശംസ ആർക്കേ പോകത്തുള്ളൂ? ദൈവത്തിനെ പോകത്തുള്ളൂ. ആ രീതിയിലെ ദൈവജനത്തെ അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. കണ്ടോ? കുരുടനെ നോക്കിയിട്ട് പറയുക, കഴിഞ്ഞ ദിവസം വരെ ആ പിച്ച യാചിച്ച് അല്ലെങ്കിൽ ഒരു യാചകനെ പോലെ കുരുടനായി ഇരുന്ന ആ വ്യക്തിയാണോ ഇന്ന് കാഴ്ച പ്രാപിച്ച് ഈ വരുന്നത്? സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം വരെ അവന് മുഖങ്ങൾ ഉണ്ടായിരുന്നു, പ്രതികൂലം ഉണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൻ എന്ത് ചെയ്തേ? യാചകനെ പോലെ ഇരുന്നത്. പക്ഷെ ഇന്ന് അവന്റെ പ്രതികൂലം, പ്രയാസങ്ങളും പ്രതിസന്ധിയും മാറി. കഴിയുന്നുവാ? അവന്റെ അന്ന് പ്രതികൂലം, പ്രതിസന്ധി എന്ന് പറയുന്നത് കുരുടായ, കാഴ്ചയില്ലാത്ത ഒരു കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടായിരുന്നു അവൻ യാചകനായ. പക്ഷെ ഇന്ന് അവൻ യാചിക്കുന്നവനല്ല. ഇന്ന്
അവൻ ഒരു യാചകനല്ല. അവന്റെ അവസ്ഥ എന്ത് ചെയ്തു? ദൈവം മാറ്റി. അവന് കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും അവൻ യാചകനെ പോലെ പോയി ഇരിക്കത്തില്ല. പോയിരിക്കുവോ? ഇന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക, സ്തോത്രം, ശക്തമായിട്ട് ചോദിക്കുക. വീണ്ടും ജനിച്ചവൻ ഒരിക്കലും പഴയ അവസ്ഥ ഇരിക്കത്തില്ല. വീണ്ടും ജനിച്ചിട്ട് ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലാണ് ഇരിക്കുന്നെങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല. നീ വീണ്ടും ജനിച്ചവനാണെങ്കിൽ നിനക്കൊരു പ്രത്യാശ ഉറപ്പാ. നിനക്കൊരു ഉറപ്പുള്ള ഒരു ക്രിസ്തുവിന്റെ പൈതലാ. പിന്നെ നീ പിന്നെ ഭയപ്പെടൂ? എനിക്ക് എന്ത് കാര്യം കേട്ടാലും ഭയമാണ്. എനിക്ക് എന്ത് കാര്യം കേട്ടാലും പിന്നെ എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും. ഞാനങ്ങ് വീർപ്പ് മുട്ടും. വീണ്ടും ജനിച്ചിട്ട് നീ ഭയപ്പെട്ടിരിക്കൂ? വീർപ്പ് മുട്ടിയിരിക്കൂ? വീർപ്പ് മുട്ടിയിരിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നു, കരഞ്ഞിരിക്കുന്നു എങ്കിൽ നീ ഒരിക്കലും എന്ത് ചെയ്തില്ല? വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു രക്ഷിതാവിനെ ലഭിക്കും, കർത്താവായ യേശുവിനെ ലഭിക്കും. ഒരു കർത്താവായ യേശുമായുള്ള ബന്ധം കൂട്ടുവാനുള്ള സ്തോത്രം ആരെ ലഭിക്കും? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ആ പരിശുദ്ധാത്മാവ് നിന്നെ നിന്റെ ഉള്ളത്തിനകത്തും സ്തോത്രം കിടക്കുന്ന കാലത്തോളം നീ ഒരിക്കലും എന്തില്ല? ഒരു യാചകനല്ല. നീ ആരുടെ വേണ്ടി ഒരു പരിഹാസിയല്ല, അപമാനമല്ല. നിനക്ക് ഒന്നുമില്ലെന്ന് നീ പറയത്തില്ല. കാര്യം എന്തുവാ? ഒന്നുമില്ലായ്മയെന്ന് ഉളവാക്കുന്ന ഒരു ക്രിസ്തുവാ നിന്റെ നായകനായിട്ട് നിൽക്കുന്നത്. ആ നായകനുള്ള കാലത്തോളം നിന്നെ ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അടക്കി വെക്കുവാൻ കഴിയത്തില്ല. പറ്റൂ? പിന്നെ നിനക്ക് എന്തുണ്ട്? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ ഇരുന്ന് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് മറുപടിയാണ്. ആ മറുപടിയോളം പിന്നെ ആൾക്കാരെ വേണ്ടി പോയി കൈനിട്ടു യാചിക്കൂ. സ്തോത്രം. നീ രക്ഷിക്കപ്പെടുന്ന മുമ്പേ, നീ മാനസാന്തരപ്പെടുന്ന മുമ്പേ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്ന മുമ്പേ നീ നിന്റെ സഹോദരങ്ങളെടുത്ത് ബന്ധുമിത്രാദികളുടെ ഫ്രണ്ടിലെല്ലാം പോയി ചെന്ന് പലപ്പോഴും കൈ നീട്ടിയിട്ടുണ്ട്. നീ പല ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരിക്കലും ചോദിക്കാൻ പോകത്തില്ല. കാര്യം എന്തുവാ? അവന് ഉറപ്പുള്ള ഒരു ദൈവത്തെ ലഭിക്കും. സ്തോത്രം. നിന്റെ സഹോദരങ്ങളായാലും ബന്ധുമിത്രാദികളായാലും നീ ചോദിക്കാതെ തന്നെ നിന്റെ കരങ്ങളിൽ കൊണ്ട് തരുന്ന രീതിയിലേക്ക് ആര് മാറ്റും? ദൈവം മാറ്റും. പക്ഷെ പേരും പ്രസ്തുതിയും ആർക്കെടുക്കത്തില്ല? നിന്റെ ബന്ധുക്കളോ സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ എടുക്കാൻ ആരനുവദിക്കത്തില്ല? ദൈവം അനുവദിക്കത്തില്ല. സകല മാനവും മഹത്വം ആർക്കേ പോത്തുള്ളൂ? ദൈവത്തിനെ പോത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാഴ്ചയില്ലാത്ത വ്യക്തി അവൻ യാചിക്കും. അവന് വേറെ ഒരു മാർഗവും ഇല്ല. മറ്റൊരുവന്റെ വേണ്ടി കൈ നെട്ടിയേ പറ്റുമോന്. കാര്യം എന്തുവാ? അവൻ ജന്മനാ കുരുടനാ. അവന് വേറെ ഒരു പണി അറിയത്തില്ല. അവൻ എത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ബലം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ അറിയത്തില്ല. അവൻ ഏക അറിയാവുന്ന പരിപാടി എന്തുവാ? യാചിക്കൂ. അവന് മുന്നോട്ട് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? യാചിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അവന്റെ പ്രതിസന്ധി, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദന, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാ? സ്തോത്രം, അവഗണം, അല്ലെങ്കിൽ പരിഹാസം, അപമാനം എല്ലാം എന്തുകൊണ്ട് വന്നതാ? കാഴ്ചയില്ലാത്തതുകൊണ്ട് വന്നതാ. കുരുടനായോണ്ട് വന്നതാ. ആ സമയത്ത് യേശു അവന് കാഴ്ച കൊടുത്തു. പിന്നെ അവൻ വല്ലവരുടെ ഫ്രണ്ടിൽ പോയി യാചിച്ച് നിൽക്കൂ? പരിഹാസമായിട്ട് നിൽക്കൂ? അപമാനമായിട്ട് നിൽക്കൂ? സ്തോത്രം. നിങ്ങൾ കണക്കൂട്ടും. വചനം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി. ചിലവർ വന്നിട്ട് പറയുക, ഇത് ഇന്നലെ വരെ അവിടെ യാചിച്ചുകൊണ്ടിരുന്നവനല്ലേ? ചിലവർ ചോദിക്കുക, അവനല്ല, അവനെ പോലെ ഇരിക്കുന്നവൻ. അവൻ കുരുടൊന്നുമില്ല, അവൻ എങ്ങനെ കാഴ്ച പ്രാപിച്ച എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? ഇവരെല്ലാം കടന്നു പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഒരാളെ കാണുന്നുണ്ട്. ഒരു കുരുടനായ മനുഷ്യൻ എന്തുവാ? യാചിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരടുത്ത് എല്ലാം എന്തുണ്ട്? കൈനീട്ടി യാചിച്ച വ്യക്തിയാണ്. കൈനീട്ടി യാചിച്ച വ്യക്തിയാണ്. ഇന്ന് ഇവര് വരുമ്പോഴും ഇവൻ കൈനീട്ടി യാചിക്കുന്നില്ല. ഇവനും ഇവരെ പോലെ എന്ത് ചെയ്യുക? അവിടെ അന്തസ്ഥാനം ഇരിക്കുക. അത് കണ്ടപ്പോൾ അവർക്കൊരു അത്ഭുതം. ഈ കുരുടന് കാഴ്ച ലഭിച്ചു. ഇതിൽ അവനില്ലയോ? ഇതേപോലെ ദൈവമക്കളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹത്തും പലയിടത്തായി നമ്മളെ അവഗണിച്ച് പരിഹസിച്ചിടത്തോളം മധ്യയിൽ ചിലപ്പം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞേ? പൊടിയിൽ കിടക്കുന്നവൻ നിന്നെ ഞാൻ എവിടെ കൊണ്ടിരുത്തുന്ന? പ്രഭുക്കന്മാരുടെ മധ്യയിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞാൽ നീ വിലപ്പെട്ട വസ്തുവായി തീരും. കഴിഞ്ഞ നാളുകളിൽ അവന് ബന്ധനം, അവന്റെ കുറവ്, അല്ലെങ്കിൽ അവന് തകർന്നു പോയത് കാഴ്ചയില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് അവന്റെ ആ ബന്ധനം ആര് മാറ്റി? കർത്താവ് മാറ്റിയപ്പോൾ അവൻ എന്ത് ചെയ്തു? മറ്റുള്ളവരെ പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഇനിയും അവൻ ആരുടെ വേണ്ടി യാചിക്കേണ്ട കാര്യമില്ല. അവൻ യാചിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. അവന്റെ നിവർത്തി കൊണ്ടായിരുന്നു അവൻ യാചിച്ച്. ആ നിവർത്തികളെ എടുത്ത് മാറ്റിയപ്പോൾ പിന്നെ അവൻ ആരായി? ദൈവത്തിന്റെ പൈതലായി. അവൻ ആർക്ക് വേണ്ടി പ്രയോജനപ്പെട്ടു? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഇതേപോലാണ് ദൈവമക്കളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്.
എന്ന് പറഞ്ഞ സ്തോത്രം ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി ഞാൻ വിളിച്ചു പറയാം. ഇന്നലെ വരെ നീ ഒരു കൊച്ചു വീട്ടിലായിരുന്നു. കർത്താവിനെ അറിയാൻ തുടങ്ങുമ്പോൾ കർത്താവിന് മനസ്സിലായി, കർത്താവിന് വേണ്ടി പൂർണ്ണമായി നിന്നപ്പോൾ കർത്താവിന് മനസ്സിലായി ഇനി നീ ഇങ്ങനെ കിടന്നാൽ പോരാ. നീ ഒരുപാട് അനുഭവിച്ചു, ഇനി നീ എന്ത് ചെയ്താ പോരാ, ഇങ്ങനെ കിടന്നാൽ പോരാ, നിനക്കൊരു ഉയർച്ച തരാം. ദൈവം ആ സ്ഥിതി എന്ന് മാറ്റി. നാളെ അതിനെ പോകുമ്പോൾ ആ വീട് പലരും കാണുന്നില്ല, വീടിന്റെ സ്ഥാനത്ത് വലിയൊരു മാളികയെ കാണുന്നു. വലിയൊരു മാളികയെ കാണുന്നു. അപ്പോഴേ ഏത് വ്യക്തിയാലും ചോദിക്കും, ഇവിടുത്തെ വീട് പോയോ, അവര് വിട്ടിട്ട് പോയോ? അപ്പോഴേ അവര് നോക്കുമ്പോ എന്തുവാ, സ്തോത്രം, നല്ല വസ്ത്രമെല്ലാം അമികാലി സ്തോത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ പട്ടും നല്ല വസ്ത്രങ്ങളെല്ലാം ഇട്ട് ഇതാ ഒരാളെ വീടിന്റെ ഫ്രണ്ടിരിക്കുന്നു. സ്തോത്രം. അവിടെ എന്ത് മാറി? ആള് മാറിയില്ല. എന്ത് ചെയ്തു? അവന്റെ രൂപവും അവന്റെ സ്ഥിതിയെല്ലാം മാറി. അപ്പോഴും പറയുമോ, ഇത് അയാളുടെ നാമം ഇല്ലേ? ഒരു മുഷിഞ്ഞ വസ്ത്രവും നല്ല വസ്ത്രവും ഇടുമ്പോൾ ഒരാളെ രൂപം മാറത്തില്ല, കുറെയെല്ലാം മാറ്റം ഉണ്ടാവത്തില്ല. സ്തോത്രം. ഇതും വേണ്ട. ഒരു ഉദാഹരണം പറയാം. സ്തോത്രം. ധനവാന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ലാസർ കിടപ്പുണ്ട്. എന്തുവാ? വ്രണം നിറഞ്ഞവനായിരുന്നു. വ്രണം നിറഞ്ഞവനായിരുന്നു. അവനെ ധനവാനെ ഒരു സമയത്ത് ദൈവം എടുക്കപ്പെട്ടു, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ലാസർ എവിടെ പോയി? അബ്രഹാമിനോടൊപ്പം പോയിരുന്നു. ധനവാൻ എവിടെ പോയിരുന്നു? നിത്യ നരകത്തിനകത്ത്, തീക്കകത്ത്, യാതന സ്ഥലത്ത് കിടക്കും. ധനവാൻ നോക്കിയപ്പം, അയ്യോ എന്റെ വീടിന്റെ ഫ്രണ്ട് ദാരിദ്ര്യം അനുഭവിച്ചല്ല, അബ്രഹാമിന്റെ മടി കിടന്നു. അപ്പൊ ധനവാൻ അബ്രഹാമിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ അബ്രഹാം പറഞ്ഞു, അവൻ ജീവിച്ചിരുന്നപ്പോ യാതന അനുഭവിച്ചത്, നീ ജീവിച്ചിരുന്നപ്പോ സുഖം അനുഭവിച്ചത്. സ്തോത്രം. സുഖം അനുഭവിച്ചത്. അതുകൊണ്ട് എന്തുകൊണ്ട് അവൻ ഇനി സുഖം അനുഭവിക്കും, നീ ഇനി എന്ത് ചെയ്യും? യാതന. ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? യാതന സ്ഥലത്തേക്ക് ഇട്ട് കളയത്തില്ല, യാതന സ്ഥലത്തേക്ക് കൈവിടത്തില്ല. നിനക്കൊരു യാതനയും പ്രതികൂലവും ഉണ്ടെങ്കിൽ നിനക്കൊരു സന്തോഷവും സുഖവും ആര് തരും? ദൈവം തരും. നീ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയതാണെങ്കിൽ ഉറപ്പായിട്ട് ആര് നിന്നെ അനുഗ്രഹിക്കും? ദൈവം നിന്നെ കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ? നീ ദൈവത്തിന് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ടോ? ദൈവത്തിന് വേണ്ടി അടി കൊണ്ടിട്ടുണ്ടോ? ദൈവത്തിന് വേണ്ടി അതിനെ നിന്ന അനുഭവിച്ചിട്ടുണ്ടോ? പരിഹാസം അനുഭവിച്ചിട്ടുണ്ടോ? ദൈവം തരുന്നതെല്ലാം എന്തുകൊണ്ട്? ഡബിൾ ആയിട്ട് ദൈവം തരും. ദൈവം ഒന്നും എന്ത് ചെയ്യത്തില്ല? കടം വെക്കത്തില്ല. ദൈവം നിശ്ചയമായി ദൈവം അനുഗ്രഹിച്ചില്ല. ഈ വ്യക്തിയെ നോക്കിയിട്ട് ചിലർ പറയുക, കാര്യം എന്തുവാ? അവൻ പഴയ പോലെ യാചിക്കാൻ ഇരിക്കുന്നില്ല. അവര് പറയാനുള്ള കാര്യമല്ല. അവര് നോക്കിയപ്പോ എന്തുവാ? യാതന സ്ഥലത്തല്ല അവൻ ഇരിക്കുന്ന, നമ്മൾ നിൽക്കുന്ന പോലെ അവൻ മറ്റിടത്ത് നിൽക്കുക. എന്തുവാ? കാഴ്ച പ്രാപിച്ചവനായിട്ട് നിൽക്കുക. അവന്റെ കുറവുകൾ തീർന്നു, അവന്റെ ബലഹീനത തീർന്നു, അല്ലെങ്കിൽ അവന്റെ രോഗം മാറി, അവന്റെ രൂപം മാറി, പാപം മാറി. അവൻ എന്തുവാ? കാഴ്ചയുള്ളവനായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് അവര് പറഞ്ഞത്, ഇത് അവനല്ലയോ, അല്ല അവനെ പോലിരിക്കുന്നവനാണോ? സ്തോത്രം. അപ്രകാരം ആർക്ക് അനുഗ്രഹിക്കാൻ പറ്റും? ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും. ഒരു കുരുടനായ മനുഷ്യന്റെ അവസ്ഥ ഈ പ്രകാരം ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് മാറ്റാൻ പറ്റുമെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവജനമേ, ഇന്ന് നീ അനുഭവിക്കുന്ന വേദന, കഷ്ടം, നിന്ന, പരിഹാസങ്ങള് കർത്താവിന് ഇതേപോലെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ദൈവത്തിന്റെ ദൂത് നിന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. ദൈവത്തിന്റെ ദൂത് നിന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവണമെങ്കിൽ എന്റെ അവസ്ഥ ഇതേപോലെ മാറ്റുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ജന്മനാൽ കുരുടൻ സൗഖ്യമായത് ഇതുവരെ ആരും കേട്ടിട്ടില്ല. സ്തോത്രം. ഈ ജന്മനാൽ കുരുടനെ ദൈവം കാഴ്ച കൊടുത്ത് സ്തോത്രം അവനെ എല്ലാവരും വേണ്ടി ശ്രേഷ്ഠനായിട്ട് നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പ്രിയ ദൈവത്തിനെ നീ പൂർണ്ണമായി ഏറ്റെടുത്തു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകളും നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും ആർക്ക് മാറ്റുവാൻ കഴിയും? എന്റെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. എന്റെ ദൈവത്തിന് എന്നെ മാനിക്കുവാൻ കഴിയും. എന്റെ ദൈവത്തിന് എന്നെ ഉയർത്തുവാൻ കഴിയും. എന്റെ കുടുംബത്തെ ഉയർത്തുവാൻ കഴിയും. എന്റെ ജീവിതത്തിന് വലിയൊരു മാറ്റം നൽകി, വലിയൊരു അനുഗ്രഹം നൽകി എന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ചില നേട്ടങ്ങൾ വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, ചില അത്ഭുതങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ക്ഷേമമായ ദൈവത്തിന്റെ കുടുംബത്തിനകത്ത് ഒരു അനുഗ്രഹം അയക്കുവാണ്. ഈ ചില ബന്ധനത്തിന്റെ കുടുംബത്തിന് അഴിയുക, ചില ബന്ധനത്തിന്റെ കുടുംബത്തിന് അഴിയുക, ചില വെല്ലുവിളികളുടെ കുടുംബത്തിന് അഴിയുക, ചില ഉയർച്ചയുടെ കുടുംബത്തിലേക്ക് വരാൻ പോവുക, ചില നന്മയുടെ കുടുംബത്തിലേക്ക് വരാൻ പോവുക, ചില ഭക്തികളുടെ കുടുംബത്തിലേക്ക് വരാൻ പോവുക. നീ നിന്റെ കുടുംബം അനുഭവിക്കാൻ പോവുക. നിന്റെ പകൽ പൂർണ്ണമായി ഏറ്റെടുത്തോ, പ്രാർത്ഥിച്ചോ. അവൻ ദുഃഖമാക്കിയിരുന്നത് അവൻ ജയിച്ചപ്പോൾ അവൻ
അവസ്ഥ മാറി, അവന്റെ കണ്ണ് തുറന്നു, അവന്റെ ഇരുട്ട് മാറി, അവനെ ആരും നടത്തുന്ന കാര്യമില്ല, അവൻ ആരും കാര്യമില്ല, അവൻ സ്വയമായി നടക്കാൻ തുടങ്ങി, അവൻ സ്വയമായി ജീവിക്കാൻ തുടങ്ങി. അവനിതാ നന്മകളും വാഗ്ദത്തങ്ങളും പ്രാപിക്കുന്നുണ്ട്. ഉയരുവാൻ കഴിയാതെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചിലതരങ്ങൾ പൊട്ടിമാറട്ടെ, ചില മുഖങ്ങളെല്ലാം ഉടയട്ടെ, പാരമ്പര്യ അവകാശങ്ങളെല്ലാം ഉടയട്ടെ, വെല്ലുവിളികളെല്ലാം ഉടയട്ടെ. യേശുവിന്റെ നാമം മഹത്വമെന്ന് പലതും വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ദൂതം വെളിപ്പെടട്ടെ, അത്ഭുതത്തോടെ പ്രാപ്തരാകട്ടെ. കഴിഞ്ഞ നാള് വരെ അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റൊരുവന്റെ ആശ്രയം വേണമായിരുന്നു, ഇല്ലയോ? മറ്റൊരുത്തന്റെ ആശ്രയം വേണമായിരുന്നു. ഇന്ന് പ്രിയദേവേദനെ ഞാൻ ദൈവവേദലാവുന്ന മുമ്പേ പലരെ സഹായം എനിക്ക് വേണമായിരുന്നു, പലരെ ആശ്രയം എനിക്ക് വേണമായിരുന്നു, പലരെ കരുതൽ എനിക്ക് വേണമായിരുന്നു, പലരെയും കർത്താവേ എന്നോട് മനസ്സലിഞ്ഞാലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളായിരുന്നു. പ്രിയ ദൈവവേദന, നിനക്ക് യേശുവിനെ രക്ഷിതാവായി കിട്ടിയ നാൾ മുതൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് ആരുടെ ആശ്രയം ആവശ്യമില്ല, നിനക്ക് ആരുടെ കരുതൽ ആവശ്യമില്ല, ആരുടെ സഹായം നിനക്ക് ആവശ്യമില്ല. കാര്യം യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായി ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. അമേ സ്തോത്രം. ഞാൻ ഇന്ന് പകല് വ്യക്തമായിട്ട് വിളിച്ചു പറയുക, സ്തോത്രം. ദൈവത്തെ അറിയുന്ന മുമ്പേ നമുക്ക് പലരെ ആശ്രയം വേണമായിരുന്നു, പലരുടെ കരുതൽ വേണമായിരുന്നു, പലരെ സ്നേഹം വേണമായിരുന്നു. സ്തോത്രം. ഞാൻ രക്ഷപ്പെടണമെങ്കിൽ പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായി ആരെ ആശ്രയം എനിക്ക് വേണ്ട. കാര്യം എന്തുവാ? എനിക്കൊരു ആശ്രയമായ അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷിതാവിന്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മനുഷ്യന്റെ ആശ്രയമല്ല വേണ്ടത്, ദൈവത്തിന്റെ ആശ്രയമാണ് വേണ്ടത്. എനിക്ക് ദൈവമുണ്ട്, അതുകൊണ്ട് എന്നെ ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തകർത്ത് കളയുവാൻ കഴിയത്തില്ല. അനുഗ്രഹം എന്റെ അനുഗ്രഹത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, സ്തോത്രം, ഇന്ന് ഈ പകല് അദ്ദേഹം ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയാൽ എന്റെ അനുഗ്രഹം അവിടെ സ്റ്റോപ്പ് ആയിരിക്കും, എന്റെ സഹായം അവിടെ സ്റ്റോപ്പ് ആയിരിക്കും, എന്റെ കരുതൽ അവിടെ സ്റ്റോപ്പ് ആയിരിക്കും. പക്ഷേ സ്തോത്രം, യേശുവ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, യേശു എന്നെ കരുതുന്നെങ്കിൽ, യേശു എന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ മഹത്വത്തിലാണ് ഞാൻ ജീവിക്കുന്നെങ്കിൽ, യേശു പറയുക, സ്തോത്രം, അല്ലേ, ഒരു കരം പോയാൽ 100 കരത്തെ ആർക്ക് തരാൻ പറ്റും? ദൈവത്തിന് തരുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ എല്ലാ വാതിലും തുറക്കും. ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ, സ്തോത്രം, അല്ലയോ, ഒരു വാതിലും ആരും തുറക്കത്തില്ല. ദൈവം എനിക്ക്, ഞാൻ സ്തോത്രം, ഈ ലോകം എനിക്ക് തുറന്നു തരുവാൻ കഴിയുന്നില്ല. ലോകം തുറന്നു തരുന്ന വാതിലെല്ലാം ലോകം തന്നെ അടയ്ക്കും. പക്ഷെ ദൈവം തരുന്ന വാതിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോകത്തിന് അടയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടയ്ക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് വിളിച്ചു പറയും. ഈ ചുറ്റുവട്ടങ്ങളിൽ പലയിടങ്ങളായി പല സംഭവങ്ങൾ കേൾക്കുന്നു. ദൈവമേഖലെ നിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അടിച്ചമർത്താൻ പറ്റത്തില്ല. കാര്യം നിന്റെ മേൽ വസിക്കുന്ന ആരാണ്? കർത്താവ് യേശു. ദൈവം നിനക്ക് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ വാഗ്ദത്തങ്ങളിൽ നിന്നും ദൂതുകളിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തു കളയുവാൻ കഴിയത്തില്ല. ദൈവമാ നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നിശ്ചയമായി അനുഗ്രഹിക്കും. ഇതിന്റെ എല്ലാം വലിയ സാക്ഷ്യമാണല്ലോ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്. ഈ പ്രതികൂലത്തിന്റെ സമയത്താണ് സ്തോത്രം നമ്മളെ ദൈവസഭയ്ക്കകത്തുള്ളവർ ഗൾഫിൽ പോയിട്ടുള്ളത്, സ്തോത്രം, നന്മ അനുഭവിക്കുന്നത്. എങ്കിൽ സ്തോത്രം, ദൈവം നിശ്ചയമായി ആരെ അനുഗ്രഹിക്കും? നമ്മളോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ആര് പാലിച്ചിരും? കർത്താവ് പാലിച്ചിരും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും കൊണ്ടുവരുന്ന പിശാച അവിടെ ഭയപ്പെട്ടു പോയാൽ ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദത്തവും നന്മയോ അനുഗ്രഹമോ ദൈവമക്കളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ആർക്ക് വില കൊടുക്കണം? ദൈവത്തിന് വില കൊടുക്കണം. നമ്മുടെ കൂടെ ദൈവം ഉണ്ടോന്ന് നോക്കിയാൽ മതി. മനുഷ്യനുണ്ടോന്ന് നോക്കണ്ട, ബന്ധുക്കളുണ്ടോന്ന് നോക്കണ്ട, സ്വന്തക്കാരുണ്ടോന്ന് നോക്കണ്ട, സുഹൃത്തുക്കളുണ്ടോന്ന് നോക്കണ്ട. നമ്മൾ എപ്പോഴും നോക്കിയാൽ മതി നമ്മളോട് ആരുണ്ടോന്ന്. ദൈവമുണ്ടോ? ദൈവത്തിന് ഇഷ്ടമുണ്ടോ? ദൈവത്തിന് നമ്മളോട് ഇഷ്ടമാണോ? ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ നമ്മൾ ചെയ്യുന്നത്? മാത്രം നോക്കിയാൽ മതി. ആര് കരുതിക്കൊള്ളും? ദൈവം നമ്മളെ കരുതിക്കൊള്ളും. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവരെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് വേറൊരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണുകളെ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. സ്തോത്രം. എനിക്ക് ഈ മനുഷ്യനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം എന്തുവാ? ഈ മനുഷ്യന് യേശു ചെയ്ത അത്ഭുതം ഈ മനുഷ്യൻ എന്ത് ചെയ്തില്ല? മറന്നുപോയി.
അമീൻ. ജന്മനാ കുരുടനാണ്. അവൻ എടുത്തതായി പറയുക, ഞാൻ തന്നെ, നിങ്ങൾ പറയുന്ന വ്യക്തി ഞാൻ തന്നെ, അല്ലാതെ വേറെ ആളൊന്നുമല്ല, എന്നെ പോലെ ഇരിക്കുന്ന ആളുകളുണ്ട്, ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു. രണ്ടാമത് ആ വ്യക്തി പറയുക, മറ്റൊരു ചോദിച്ച ചോദ്യം, ഇതെങ്ങനെ നിന്റെ കണ്ണ് തുറന്നു? പറയുക, യേശു എന്ന് പറയുന്ന മനുഷ്യൻ വന്നു, എന്റെ കണ്ണിനകത്ത് എന്തുണ്ടായി? ചെളി പുരട്ടു. എന്നോട് പറഞ്ഞു, ആമേൻ, ശിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച പ്രാപിച്ചു. അവൻ പറഞ്ഞത് സ്തോത്രം ലോക മനുഷ്യനോടാണ് പറയുന്നത്. ലോക മനുഷ്യനോടാണ് പറയുന്നത്. അവർക്ക് എന്തോയി തോന്നുന്നു? അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ പറയുന്നത് ഭ്രാന്തായിരുന്നു. നേരത്തെ കുരുടനായിരുന്നു, ഇപ്പൊ അവൻ ഭ്രാന്തനായിരുന്നു. പക്ഷെ അവൻ അതൊന്നും നോക്കിയില്ല. അവൻ എന്ത് ചെയ്തു? യേശുവിനെ ഉയർത്തി. യേശുവിനെ ഉയർത്തി. നമ്മളെല്ലാം പലപ്പോഴും പല ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കിട്ടിയാലും ചില സമയത്ത് ഉയർത്താൻ കെടുത്തത് എന്ത് ചെയ്തില്ല? ഉയർത്താറില്ല. കാര്യം എന്തുവാ? അയ്യോ, ഞാൻ പറയുന്ന പൊട്ടത്തരമായിരിക്കും, അവർക്ക് എന്നെ ഒരു പൊട്ടനായിട്ട് തോന്നി. അപ്പൊ നീ ആർക്ക് വേണ്ടിയാ പൊട്ടനാവുന്നേ? ആർക്ക് വേണ്ടിയാ പൊട്ടനാവുന്നത്? ആ പ്രതികൂലം, പ്രയാസവും പ്രതിസന്ധി നിന്റെ വീട്ടിനകത്ത് കിടന്നപ്പോൾ നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? നിന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? നിന്നെ പ്രതികൂലവും പ്രയാസവും സങ്കടങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ നിന്നെ സഹായിക്കാനോ നിന്നെ കരുതുവാനോ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ കരുതിയതും നിന്നെ രക്ഷിച്ചതും ആരാ? കർത്താവാ. നീ പിന്നെ നിനക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നിനക്ക് സാക്ഷ്യം പറഞ്ഞുകൂടാ? നിന്നെ അവർ പൊട്ടെന്ന് കാണുമെന്ന് കണ്ടോട്ട് അതിലും വലുതാ എന്നെ ദൈവം ശ്രേഷ്ഠെന്ന് കാണുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സാക്ഷ്യം ദൈവം പറയുന്ന പ്രകാരം പറയാനാ ദൈവം നമുക്ക് വിടുതൽ തന്നത്, അത്ഭുതം ചെയ്തത്. അപ്പൊ എവിടെ ചെന്നാലും ആരെ ഉയർത്തേണ്ടത്? ക്രിസ്തുവിനെ ഉയർത്തേണ്ടത്. അത് ക്രിസ്തുവിനെ ഏറ്റെടുക്കാതെ നമ്മളെ വിഷയമല്ല. നമ്മളെ ഏറ്റെടുത്തോളം നമുക്ക് വിടുതൽ കിട്ടി. നമ്മളെ സാക്ഷ്യം നമ്മൾ എവിടെയും എന്ത് ചെയ്യണം? പറയുവാനുള്ള മനസ്സുണ്ടാവണം. പലരും എന്ത് ചെയ്യും? പറയത്തില്ല. പറയൂ. സ്തോത്രം. പലരും എന്ത് ചെയ്യും? പറയാൻ ബുദ്ധിമുട്ടാണ്. പലർക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പറയാനാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒന്നും നോക്കിയില്ല. അവരോട് എടുത്തവായി പറഞ്ഞു. സ്തോത്രം. എങ്ങനെയാ ജന്മനാ കുരുടമായ ഒരാളെ ചെളി വന്ന് പുരട്ടി വെള്ളത്തിൽ കഴുകിയപ്പോൾ സൗഖ്യമായിരുന്നു? സ്തോത്രം. പക്ഷെ അത് പറയാൻ ആരും മടിച്ചില്ല. ആ മനുഷ്യൻ മടിച്ചില്ല. കാര്യം എന്തുവാ? അവൻ അത്രയും വയസ്സ് അവൻ ജീവിച്ചത് കുരുടനായിട്ടായിരുന്നു. അവന് വിടുതൽ കിട്ടിയപ്പോൾ അവന് മനസ്സിലായി വിടുതൽ തന്ന ആള് വലിയ പവറുള്ള ആളാണ്. സ്തോത്രം. അതിനപ്പുറത്ത് മറ്റൊന്നും ഈ ലോകത്തിലില്ല. യേശു എന്ന് പറയുന്ന നാമത്തിന് അപ്പുറമായി മറ്റൊന്നുമില്ലെന്ന് ആര് തിരിച്ചറിഞ്ഞു? ആ കുരുടനായ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആ കുരുടൻ എന്ത് ചെയ്തേ? എല്ലാവരുടെ ഫ്രണ്ടിൽ ആരെ ഉയർത്തി പറഞ്ഞത്? യേശുവിനെ ഉയർത്തി പറഞ്ഞത്. ഇന്ന് പലപ്പോഴും ദൈവം നമ്മളെ വിടുവിച്ചാൽ പോലും നമുക്ക് അറിയാം ദൈവം തന്നെ വിടുവിച്ചെന്ന് അറിയാം. പലപ്പോഴും പലരുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സാക്ഷ്യം പറയാൻ കഴിയുന്നില്ല. സ്തോത്രം. അടുത്ത വാക്യം. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുത്ത് കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാർ അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണിന്മേൽ ചേർ തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രണ്ട് അഭിപ്രായങ്ങളാണ് അവിടെ ഉണ്ടായത്. ഒന്ന്, സ്തോത്രം, ഇന്ന് ശബത്താണ്, ആരും പുറത്തിറങ്ങാറില്ല, ദേവാലയത്തിൽ പ്രാർത്ഥന ദിവസമാണ്. ഈ ദിവസം സൗഖ്യമാക്കിയത് എന്തുകൊണ്ട്? ചിലവർക്ക് അതാണ് വേണ്ടത്. ചിലവർക്ക് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളോ അല്ലെങ്കിൽ വിടുതലുകളോ സ്തോത്രം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നൊന്നും അല്ല അവരുടെ ഇഷ്ടം. അവര് കുറെ പാരമ്പര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ പാരമ്പര്യങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? അവർ ഫോളോ ചെയ്യത്തുള്ളൂ. അവർക്ക് മറ്റുള്ളതിനൊന്നും അല്ല വില കൊടുക്കുന്നത്. അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്? ചില പാരമ്പര്യങ്ങൾക്ക് വില കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായി ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? രുചിച്ചറിയാൻ കഴിയാത്തത്. ചിലവര് ദൈവസന്നിധി വന്നാലും വീണ്ടും ജനിച്ചാൽ ചിലത് വിടത്തില്ല. ആ വിടാത്തതാണ് അവരുടെ അനുഗ്രഹത്തിന് തടസ്സം. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനാവണം. പുതിയ രൂപം ഭാവം അവനുണ്ടാവണം. അവൻ ആരായിത്തരണം? ക്രിസ്തു പറയുന്ന പ്രകാരം ജീവിക്കണം. ജീവിക്കുന്നെങ്കിൽ മാത്രമേ അതിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അടുത്ത ചിലവർ പറഞ്ഞു, സ്തോത്രം,
ഒരു പാപിയായ മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവര് ആ അത്ഭുത പ്രവർത്തികളെ അംഗീകരിക്കുന്നുണ്ട്. സ്തോത്രം. അവർ ഏറ്റെടുക്കുന്നുണ്ട്. കാര്യം എന്തുവാ? അത്ഭുത പ്രവർത്തികൾ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? അവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അവനൊരു പാപിയാണെങ്കിൽ ഒരിക്കലും അവന്റെ മേൽ എന്തോ ഉണ്ടാവത്തില്ല? ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവത്തില്ല. അവൻ ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ എപ്പോഴും വിശുദ്ധിയാണ്. ആ അത്ഭുത പ്രവർത്തികളും അടയാളങ്ങളും സ്തോത്രം നമ്മൾ എന്ത് ചെയ്യാനുള്ളതാ? നമ്മൾ വിശുദ്ധിയോടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാം. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. കണ്ടോ? കുരുടൻ പറഞ്ഞു. സ്തോത്രം. കുരുടന് പറയുവാൻ ഒറ്റ വാക്കേ ഉള്ളൂ, ഈ ലോകത്തിൽ അതിനപ്പുറമായി വേറൊരാളില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അവൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. കാര്യം എന്തുവാ? അവന് മാത്രമേ ആരെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ? ഒരു ജന്മനാ കുരുടനെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശുവിന് അപ്പുറമായി പിന്നെ ഒരു വാക്ക് ആർക്കില്ല? കുരുടനില്ല. കാര്യം എന്തുവാ? കുരുടൻ അനുഭവിച്ചതാണ്. അതേപോലെ പ്രിയ ദൈവമക്കളെ, വീട് ജനിച്ച നമ്മൾ പലതും ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതാണ്. അനുഭവിച്ചിട്ട് പോലും പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നാ ജീവിക്കുന്നത്. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഇന്ന് പല സഭകളായാലും ദൈവമക്കളായാലും പലരും ദൈവത്തെ മറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എങ്ങനെ ഇങ്ങനെ മറക്കാൻ പറ്റിയെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യത്തിൽ നിന്നായിരുന്നു അവരെ ദൈവം പണിത് ഇത്രയോ ഉള്ള ഒരു വലിയൊരു കോട്ടയിലേക്ക് കൊണ്ടുവന്ന്. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നില്ല? വന്ന വഴി മറന്നുപോയിരിക്കുക. അവരിപ്പോഴും എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? ലോകപ്രകാരമുള്ള ജഡത്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെ, ജഡം ആഗ്രഹിക്കുന്ന പ്രകാരം അവർ ജീവിക്കുന്നത്. ആ ജീവിക്കുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. ഇന്ന് പകൽ ഓർത്തോണം, ജഡപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നീ എവിടോ ഇരിക്കട്ടെ, നീ ഏത് ദൈവസ്ഥയിൽ ഇരുന്നാലും ജഡപ്രകാരമാ ജീവിക്കുന്നെങ്കിൽ നിന്റെ ജഡമാ അവിടെ ഇരിക്കുന്ന, ശരീരമേ അവിടെ ഉള്ളൂ. പക്ഷെ നിന്റെ മനസ്സും എല്ലാം ജഡപ്രകാരമാ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു കാര്യം കേട്ടപ്പോൾ സ്തോത്രം, എനിക്ക് തന്നെ വിഷമം തോന്നി. കാര്യം രോഗിയായാലും പാപിയായാലും ശുദ്ധീകരിക്കേണ്ടതും സൗഖ്യം പ്രാപിക്കേണ്ടതും എവിടാണ്? ദൈവസഭയ്ക്കാണ്. ദൈവസഭയ്ക്കാണ്. ഏത് മാരാരോഗമായാലും അല്ലെങ്കിൽ ഏത് പാപിയായാലും അവൻ രൂപാന്തരപ്പെടേണ്ടതും മാരാരോഗം മാറേണ്ടതും എവിടാണ്? ദൈവസഭയ്ക്കകത്ത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവ് ഇറങ്ങി വരുന്ന സ്ഥലം. സ്തോത്രം. ഇറങ്ങി വരുന്ന സ്ഥലം. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് പറയുക, ആ സഭയ്ക്കകത്ത് സ്തോത്രം സർട്ടിഫിക്കറ്റ്, കോവിഡിന്റെ സർട്ടിഫിക്കറ്റ്, 2 സർട്ടിഫിക്കറ്റും എടുക്കാത്ത ആരും ആ സഭയിലേക്ക് കയറി വരണം. സ്തോത്രം. അപ്പോൾ അവൻ ആർക്കാ മഹത്വം കൊടുക്കുന്നു? ലോകത്തിനാ മഹത്വം കൊടുക്കുന്നത്. അവിടെ എനിക്ക് എത്ര വചനം പ്രസംഗിച്ചെന്ന് പറഞ്ഞാലോ, അവിടെ എത്ര കൈകൊട്ടിയിരുന്ന് ആരാധിച്ചെന്ന് പറഞ്ഞാലോ, അവിടെ ആരിറങ്ങത്തില്ല? ആരിറങ്ങത്തില്ല? കർത്താവ് ഇറങ്ങത്തില്ല. നമ്മൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു. നമ്മളെ മേൽ അന്യഭാഷയെ തന്നു, ആത്മാവിൽ നിറച്ചു. നമ്മൾ ആരാധിക്കുമ്പോൾ അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ അന്യഭാഷ മേല് ദൈവത്തിന്റെ ശക്തി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അതിനകത്ത് വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കുറെ ഭാഷ സംസാരിച്ചെന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ആണോ? നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ, എപ്പോഴും ആത്മാവിൽ ആരാധിക്കുമ്പോൾ ചില സമയത്തൊന്നും നമുക്ക് എന്തില്ല? ദൈവമായിട്ടൊരു സ്പാർക്ക് ഉണ്ടാവുന്നില്ല, ഒരു ബന്ധം ഉണ്ടാവുന്നില്ല. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവമായി സംസാരിക്കുന്ന ഭാഷ, ദൈവമായിട്ട് സ്പാർക്ക് ഉണ്ടാവുന്നത്. ആ സ്പാർക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യുന്നേ? സ്തോത്രം. ആരാധിക്കുന്നത്, ബലപ്പെടുന്നത്. ചിലത് നമ്മൾ ഉണ്ടാക്കി ആരാധിക്കാറുണ്ട്, ചിലർ അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നവർ ഞാനും ആരാധിക്കാറുണ്ട്. പക്ഷെ ആ സ്പാർക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ആരാധനയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് കാണാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, കേൾപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിനകത്ത് ഒന്നും ഉണ്ടാകുന്നില്ല. ഉണ്ട്. ഇതേപോലാണ് ഈ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നതാണ് ദൈവസഭ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, 1 or 2 പേര് എവിടെ കൂടുന്നു അവരുടെ മധ്യയിൽ ആരിറങ്ങി വരുന്നു? ദൈവം ഇറങ്ങി വരും എന്ന് പറഞ്ഞ്. 2 പേര് ഇരുന്നെന്ന് പറഞ്ഞ ദൈവം ഇറങ്ങി വരുമോ? 20 പേര് ഇരുന്നെന്ന് പറഞ്ഞ ദൈവം ഇറങ്ങി വരുമോ? 200 പേര് ഇരുന്നെന്ന് പറഞ്ഞ ദൈവം വരുമോ? 2000 പേര് ദൈവത്തിന്റെ നാമത്തിലാണ് വന്നേന്ന് പറഞ്ഞ് വരുമോ? എന്ത് ചെയ്യണം? ഒരേ മനസ്സാവണം. എന്തുക? ഞാൻ ഇരിക്കുന്ന സ്ഥലം ദൈവസന്നിധി എന്നുള്ള ബോധ്യത്തോട് ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്ത് ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരേ മൈൻഡ്, ദൈവത്തിന് മാത്രം വില കൊടുത്ത് നിൽക്കുന്നിടത്തെ ആർക്ക് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ചിലവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയെല്ലാം പ്രാപിച്ചിട്ട് സ്തോത്രം, ഞാൻ ഒരു ഉറപ്പ് പറയാം, ഭൂരിപക്ഷം പേരെ അന്യഭാഷ നഷ്ടപ്പെട്ടു പോയത്.
അവർക്ക് അന്യഭാഷയുണ്ട്, പക്ഷെ എന്തില്ല? ദൈവത്തിന്റെ ആത്മാവില്ല. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ഈ അന്യഭാഷയ്ക്ക് അർത്ഥമുള്ളൂ. ദൈവത്തിന്റെ ആ സ്പാർക്ക് വെളിപ്പെട്ടാൽ മാത്രമേ അന്യഭാഷ കൊണ്ട് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഈ അന്യഭാഷ പറയാന്നല്ലാതെ എന്തില്ല, അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടത്തില്ല. സ്തോത്രം. അത് ആർക്കും അറിയത്തില്ല. ചിലവരെടുത്ത് നോക്കി പരിശുദ്ധാത്മാവ്, പിന്നെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നീയായിട്ട് ബന്ധമുണ്ടോ? പലർക്കും എന്തില്ല, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല. പരിശുദ്ധാത്മാവായിട്ട് ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നീ ഒരിക്കലും ലോകത്തിന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ ലോകം പറയുന്ന കാര്യം കേട്ട് നീ ഓടത്തില്ല. ഇന്ന് തന്നെ ചിലവർ പറയാറുണ്ട്, അല്ല അവിടെ പോകാൻ പറ്റില്ല, അവിടെ ഇവിടെ പോകാൻ പറ്റില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ പോണ്ട. എന്റെ പോളിസി ഏതാ? ഇപ്പൊ എന്നെ ഗൾഫിൽ അയക്കണമെന്ന് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഞാൻ പോയിരിക്കും. അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. അല്ല ഞാനായിട്ട് ഗൾഫിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും മഹത്വം എടുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മഹത്വം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ചെന്നെന്ന് പറഞ്ഞ് ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ അതും കൊണ്ട് ഞാൻ ചെന്നുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ഇപ്പൊ ചിലവർ എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ദൈവഹിത പ്രകാരം ദൈവം പറയുന്ന ഭവനത്തിനകത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കടന്നു പോകത്തുള്ളൂ. കാര്യം എന്തുവാ? ഞാൻ കടന്നു പോയെന്ന് പറഞ്ഞ കാര്യമില്ല. എന്നോട് ആര് വരണം? ഞാൻ പ്രാർത്ഥിക്കുമ്പോ ആരെന്റെ കൂടെ കാണണം? കർത്താവിന്റെ കൂടെ കാണണം. ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടാവത്തുള്ളൂ, അർത്ഥം ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഞാൻ പോയെന്ന് പറഞ്ഞിട്ടോ അവിടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രയോജനമില്ല. അവിടെ ആരിറങ്ങി വരണം? ദൈവം ഇറങ്ങി വരണം. അതുകൊണ്ട് ദൈവം പറയുന്നിടത്ത് ശുശ്രൂഷിക്കാൻ പോകുന്നത് എനിക്കിഷ്ടം. കാര്യം എന്തുവാ? ആ ശുശ്രൂഷയെ ആരേറ്റെടുക്കത്തുള്ളൂ? ദൈവം ഏറ്റെടുക്കുള്ളൂ. നമ്മൾ നിന്ന് കൊടുത്താൽ മതി, കർത്താവ് അങ്ങ് ഉപയോഗിച്ചു. കാര്യം എന്തുവാ? കർത്താവിന് ആ ദേശത്തെ കുറിച്ചും ആ ഭവനത്തെ കുറിച്ചും അല്ലെങ്കിൽ ആ സഭയെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ത് വെളിപ്പെടും. അവിടെ ഞാനല്ല മുഖ്യസ്ഥാനം. ആരാ മുഖ്യസ്ഥാനം? ദൈവം മുഖ്യസ്ഥാനം. ദൈവത്തിന് പദ്ധതി വെളിപ്പെടും. സ്തോത്രം. അവനോട് ചോദിച്ചു, കുരുടനായ മനുഷ്യനോട് ചോദിച്ചു, നീ സ്തോത്രം നിന്നെ കാഴ്ച തന്ന അല്ലെങ്കിൽ ചെവി പുരട്ടി തന്ന യേശുവിനെ നീ ആരാട്ടാ കാണുന്നു? അവൻ പറഞ്ഞു, ഞാനൊരു പ്രവാചകനായിട്ടാ കാണുന്നു. അന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ എല്ലാം ദൈവത്തെ കുറിച്ച് അറിയുന്നവരെല്ലാം വിളിക്കുന്ന പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്തുവാ? സ്തോത്രം. ഓരോ പേരിട്ടാ വിളിക്കുന്നു. അഭിഷക്തൻ പല പേരിലാ വിളിക്കുന്നു. അവൻ പറയുക, ഒരു പ്രവാചകനായിട്ട് ഞാൻ കാണുന്നു. സ്തോത്രം. അവര് പറയുക, ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിനക്ക് അദ്ദേഹത്തെ വിശ്വാസമുണ്ട്. സ്തോത്രം. അവൻ കൂളായിട്ട് പറയുക, എന്തു പറയുക? ഒരു പ്രവാചകനായിട്ടാ കാണുന്നത്. സ്തോത്രം. അടുത്ത വാക്യം. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. ഒരു കൂട്ടം ജനമാണ് ആരെ കൊണ്ടുവന്നേക്കുന്നത്? സദൂക്കരുടെ അടുത്തും പരീക്ഷന്മാരടുത്തും മഹാപുരോഹിതന്മാരടുത്തും ആരെ കൊണ്ടുവന്നേ? ഈ കുരുടനായ മനുഷ്യനെ കൊണ്ടുവന്നേ. കാര്യം എന്തുവാ? ഇവൻ ഇന്നലെ വരെ ഇവനെ കുരുടനായിട്ട് കണ്ടവരാ. പക്ഷെ ഇവന്റെ സാക്ഷിയൊന്നും ആരെന്തില്ല, അവര് വിശ്വസിക്കുന്നില്ല. അതുപോലെ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലും അവര് വിശ്വസിക്കുന്നില്ല. അവരെന്ത് ചെയ്യുക? ഇവന്റെ മാതാപിതാക്കളെ കൊണ്ടുപോകും. ആദ്യം ഇവരുടെ മാതാപിതാക്കളെ ഒന്ന് കാണുന്നത്. അവര് പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ? ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. സ്വന്തം എത്ര പറഞ്ഞാലും ചിലവർക്ക് ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞാൽ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്തില്ല? വിശ്വസിക്കത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഞാൻ പറയാം. സ്തോത്രം. നമ്മളെ സഭയ്ക്കകത്തുള്ള ഒരു സാക്ഷ്യം ഞാൻ പറയാം. സ്തോത്രം. അനുവറിനെ സ്തോത്രം ഇപ്പം ഗൾഫിലേക്ക് പോയി ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് റിയാദിലേക്ക്, സൗദി റിയാദിലേക്ക്. അനുവർ റിയാദിലല്ല ഇറങ്ങുന്നത്. സ്തോത്രം. ബാക്കിയുള്ള മലയാളികൾ മൊത്തവും വേറെ റിയാദിലല്ല, സൗദിയുടെ തന്നെ വേറെ ജിദ്ദയിലാണ് പോയി ഇറങ്ങും. ഈ അനുവറിന് മാത്രമേ ഉള്ളൂ റിയാദിക്കിന്റെ കുറച്ച് ഹിന്ദിക്കാർക്കിന്റെ. അത് കേട്ടവരെല്ലാം പറഞ്ഞു, സൗദിയിലുള്ളവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ റിയാദിൽ ഇറക്കി? ആ കമ്പനിക്ക് റിയാദിലല്ല വർക്കുള്ളത്, ആ കമ്പനിക്ക് എവിടെ ഉള്ളത്? സ്തോത്രം. ജിദ്ദയിലാണ് വർക്കുള്ളത്. നിങ്ങൾ റിയാദിലല്ല ഇറങ്ങേണ്ടത്. അതെന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേ അവര് കമ്പനിയായിട്ട് അന്വേഷിച്ചപ്പോൾ കമ്പനി പറഞ്ഞു, കുറച്ച് പേരെ ടിക്കറ്റ് അങ്ങോട്ടാണ് കിട്ടിയത്, അവിടെ നിന്ന് വേറെ അവർക്ക് വേണ്ടി ഞങ്ങൾ വണ്ടി അയച്ചിട്ടുണ്ട്, ബസ് അയച്ചിട്ടുണ്ട്, അവര് അങ്ങ് കൊണ്ടുവന്നോളൂ. സ്തോത്രം. ഇത് കേട്ടപ്പം സ്തോത്രം അനുവർ ഓർത്ത്, അതെന്തു എന്നെ റിയാദിലേക്ക് ഇറക്കി? ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. കാര്യം റിയാദ് എന്ന് പറയുന്ന എയർപോർട്ടിന്റെ അടുത്താണ് ജസ്റ്റിസ് ജോലി താമസിക്കുന്നത്. ആ റിയാദിൽ വരാൻ എളുപ്പം. സ്തോത്രം. അത് മാത്രമല്ല, ജസ്റ്റിസിന് 2 ലഗേജുമായിട്ടാണ് പോയേക്കുന്നത്. ഒരു ലഗേജ് മൊത്തം ജസ്റ്റിസിനുള്ള ലഗേജാണ്. സ്തോത്രം. പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. കാര്യം എന്തുവാ? സ്തോത്രം. ഇത് ലോകപരമായിട്ട് നോക്കുമ്പോൾ അത് മാനുഷ്യമായിട്ട് നടന്നതാണ്, പക്ഷെ ഇത് ദൈവമായിട്ട് നടന്നേ. കാര്യം എന്തുവാ? ഫസ്റ്റ് ഇറങ്ങി ചെല്ലുമ്പോഴേ വൈഫിനെ കാണാൻ പറ്റും. സ്തോത്രം. ഒന്ന്. അത് കഴിഞ്ഞിട്ട് ആ ലഗേജ് ചുമന്നുകൊണ്ട് കിടക്കേണ്ട ലഗേജ് അപ്പോഴേ കൊടുത്ത് കൈമാറാം, പിന്നെ സ്വന്തം റൂമിലേക്കും പോകാം. സ്തോത്രം. ഫസ്റ്റ് തന്നെ വൈഫിനെ കാണാൻ ആ സ്തോത്രം കിട്ടുന്ന ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസലോ. അവര് കുറെ നാൾ കൊണ്ടേ ഇപ്പം പിരിഞ്ഞിരിക്കുക. അവർക്ക് നേരിട്ട് കാണാനും സ്തോത്രം സംസാരിക്കാനും ആ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുവാനും കഴിയും.
അതിനു വേണ്ടിയിട്ടുള്ള. അപ്പൊ എന്റെ അടുത്ത് ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇത് അനിവാര്യം നമ്മളെ ബുദ്ധിയല്ല, ഇത് ദൈവത്തിന്റെ പ്ലാന്, ദൈവത്തിന്റെ പ്ലാൻ. അത് എനിക്കും അതും അപ്പോഴാ മനസ്സിലായി, കുറച്ച് കഴിഞ്ഞപ്പോഴാ മനസ്സിലായി. നമ്മളെ ചിന്തയിൽ എന്തുവാ, അവിടെ ഒന്നും ഇറക്കാത്തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാ മനസ്സിലായി അവിടെ ഇറക്കാത്തതിന്റെ കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇത് ചോദിച്ചോണ്ട് പിന്നെയും വരണ്ടേ. ഇതാണ് ദൈവത്തിന്റെ. അല്ലെങ്കിൽ ഇത് ദിവസങ്ങളോടെ റൂമിൽ ഇരിക്കേണ്ട വരും ഈ ലഗേജ്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രിയ ദൈവമക്കളെ, ദൈവമക്കൾക്ക് അനുഭവിക്കാറുള്ളതല്ല അപ്പോഴപ്പോഴും അനുഭവിക്കാൻ വേണ്ടി സന്തോഷം. സ്വതം ആ സന്തോഷം ഒന്ന് മാറ്റി വെക്കുന്നതല്ല ദൈവം. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല നമ്മളെ കുറിച്ച് ആര് കരുതുന്നത്, ദൈവം കരുതുന്നു. ഇവന്റെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, അവര് പറഞ്ഞിട്ടേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. അടുത്തത്, എത്രയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാലും പലർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റാത്തൊരു കൂട്ടമുണ്ട്. അവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ മക്കളാകുവാൻ കഴിയത്തില്ല. ഇന്ന് ദൈവസഭയ്ക്കകത്തുള്ള ഭൂരിപക്ഷം പേരിന് മേലും ഇതാണ് കിടക്കുന്നത്. എന്തുവാ, എത്രയെല്ലാം അത്ഭുതം അടയാളങ്ങൾ കണ്ടാലും ദൈവം ഫീച്ചറിൽ പറഞ്ഞ പല ദൂതുകളെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് വിശ്വസിക്കേണ്ട രീതി വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ചെയ്യാൻ പറ്റാതെ പ്രാപിക്കുവാൻ കഴിയാത്തത്. അടുത്ത വാക്യം, കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു. കണ്ടോ, മാതാപിതാക്കൾ എടുത്തതായി പറഞ്ഞു. മാതാപിതാക്കളോട് ചോദിക്കുക, കുരുടനായി ജനിച്ച മനുഷ്യൻ ഇവനാണോ? നിങ്ങളെ മകൻ എന്ന് പറയുന്ന വ്യക്തി ഇതാണോ? ഇവനെ എങ്ങനെ ഇവൻ കാഴ്ച പ്രാപിച്ചു? മാതാപിതാക്കൾ എടുത്തതായി പറഞ്ഞു, ഇവൻ തന്നെ ഞങ്ങളെ മകൻ. സ്തോത്രം, ഇവൻ തന്നെ ഞങ്ങളെ മകൻ. കുരുടനായിരുന്നപ്പോഴും കാഴ്ച ലഭിച്ചപ്പോഴും ഇവൻ തന്നെയാണ് ആരുടെ മകൻ? എന്റെ മകൻ, എന്റെ മകൻ. അവര് പൂർണ്ണമായി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അടുത്തത്, അവൻ എടുത്തുമായി പറഞ്ഞു, കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. പക്ഷെ ഈ മകൻ എന്തുവാ, ഒരുപാട് വട്ടം പറഞ്ഞു എന്നെ കാഴ്ച തന്ന ആരാണ്? യേശുവാണ്. ഇനി ഞാൻ ഓർത്തു സ്തോത്രം, അടുത്ത വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. മാതാപിതാക്കൾക്ക് അറിയാം യേശുവ ആർക്ക് കാഴ്ച കൊടുത്തെന്ന്, സ്വന്തം മോന് കാഴ്ച കൊടുത്തത്. അതിലല്ല മാതാപിതാക്കൾ സന്തോഷിക്കുന്നത്. മാതാപിതാക്കളുടെ ചിന്ത അപ്പോഴതല്ല. എന്തുവാ, ഇവര് ഞങ്ങളെ വന്ന് ചെയ്യുന്നു. ഇവർക്ക് മാതാപിതാക്കൾക്കും പറഞ്ഞുകൂടെ, യേശു എന്ന് പറയുന്ന മനുഷ്യനാ, ആ യേശു എന്ന് പറഞ്ഞ ചെളി പുരട്ടി യേശുവ സൗഖ്യമാക്കിയതെന്ന് മാതാപിതാക്കൾക്ക് പറഞ്ഞുകൂടെ. പക്ഷെ മാതാപിതാക്കൾ അവിടെ പറയുന്നുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, മാതാപിതാക്കൾ വരെ കൈവിടുന്ന സമയങ്ങളുണ്ട്. എല്ലാം സാർപ്പര അവരോട് നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് സുഖത്തിന് വേണ്ടി അവരവരെല്ലാം കൈവിടുന്നവരുണ്ട്. പക്ഷെ കൈവിടാത്ത ഒറ്റ ഒരാളെ ഉള്ളു. ആരാ? യേശു. നിന്റെ കഷ്ടത്തിലായാലും നിന്റെ ദുഃഖത്തിലായാലും നിന്റെ കണ്ണുനീരിലായാലും നിന്റെ സന്തോഷത്തിലായാലും എല്ലാം നിന്റെ കൂടെ ഉള്ളത് ആരാണ്? കർത്താവ് യേശു മാത്രമേ കാണൂ. ഇന്ന് പകല് പ്രിയ ദൈവമൈതലെ നീ ഒന്ന് വിശ്വസിക്കുക, ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും നിന്നോടൊപ്പം നിൽക്കുന്നത് കർത്താവാണ്. മാതാപിതാക്കൾക്ക് പറയായിരുന്നു, ഇവൻ എന്റെ മകനാണ്, ഇവന് സൗഖ്യം കൊടുത്ത യേശുവാ. ആമേ, ആ യേശു എന്ന് പറയുന്ന അതിന്റെ സ്തോത്രം ദൈവത്തിന്റെ പുത്രനാ, ആമേ, അല്ലെങ്കിൽ പ്രവാചകനാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തനാ യേശുവാണ്. യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. കാര്യം എന്തുവാ, ജന്മനാൽ എന്റെ മോന് കാഴ്ച കൊടുത്തതാ. മാതാപിതാക്കൾക്ക് പറയാം. പക്ഷെ മാതാപിതാക്കൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല. അവര് പറഞ്ഞു എന്റെ മോൻ തന്നാണ്, പക്ഷെ അത് ഞങ്ങൾ അറിയില്ല. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. അവന്റെ കണ്ണു ആർന്നും അറിയുന്നില്ല. അവനോട് ചോദിക്കാൻ അവന് പ്രായമുണ്ടല്ലോ എന്ന് അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, പ്രശ്നങ്ങൾ വന്നപ്പോൾ അവന്റെ മേളിലേക്ക് എന്ത് ചെയ്തു? സ്വന്തം മാതാപിതാക്കളായ ചുമത്തിയും വെച്ചു. പറയുക, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും. സ്തോത്രം. അടുത്തത്, യഹൂദന്മാരെ ഭയപ്പെടുന്നതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. കണ്ടോ, സ്വന്തം മകന്റെ കാട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? സ്വന്തം മകന്റെ കാട്ടിയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആരെയാ? യഹൂദന്മാരെ. കാര്യം എന്തുവാ, അവര് ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ആരെയാ ഭയപ്പെടേണ്ടത്? ജന്മനാ കുരുടനായിരുന്ന സ്വന്തം മകനെ കാഴ്ച കൊടുത്ത യേശുവിനെയാണ് ഭയപ്പെടേണ്ടത്. യഹൂദന്മാരല്ല കാഴ്ച കൊടുത്തത്. ഇന്ന് ഞാൻ പലതും പറയാം, നിയമങ്ങളോ നിയമപാലകന്മാരെയോ അല്ല നീ ഭയപ്പെടേണ്ടത്. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഭയപ്പെടേണ്ടത്. നിനക്ക് ആരോഗ്യം ബലവും ആയുസ് നൽകി നിന്നെ വഴി നടത്തുന്ന ക്രിസ്തുവിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിലും കൂടുതൽ പ്രാധാന്യം മറ്റാർക്കും കൊടുക്കല്ലേ. നിയമങ്ങളോ നിയമപാലകന്മാർക്കോ പിന്നെ രണ്ടാമത്തെ കാര്യമാ. സ്തോത്രം, നീ ജീവനോട് ഇരുന്നാലല്ലേ നിയമങ്ങളും നിയമപാലകന്മാരും ഉള്ളത്. നിനക്ക് ജീവൻ തന്നിരിക്കുന്ന ആരാ? കർത്താവായ യേശുവ. അപ്പൊ നിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നീ ആർക്കാ കൊടുക്കേണ്ടത്? ക്രിസ്തുവിനാണ് കൊടുക്കേണ്ടത്. സ്തോത്രം. മാതാപിതാക്കൾ പറയുക, സ്വന്തം മോനെ ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞേ, ഈ സ്തോത്രം, ചിലവർക്ക് ദൈവത്തിന്റെ കാര്യം ഭയങ്കര ഇഷ്ടം ആരെ? മക്കളെ ഒരു വിഗ്രഹ ആരാധന കൊണ്ട്. അതുകൊണ്ട് ആ മക്കളെ കൊണ്ട് എപ്പോഴും വേദന അനുഭവിക്കുന്നു. മക്കളെ എപ്പോഴും തലവേദന. സ്തോത്രം.
ഇനി നീ മക്കളെയും കൊണ്ട് ഇനി നീ മക്കളെന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ ഇരട്ടി തലവനെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ പോകും. കാര്യം എന്തുവാ? നീ ദൈവത്തെ അറിഞ്ഞിട്ടും നീ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. എപ്പോഴും നീ ആർക്കാ പ്രാധാന്യം കൊടുക്കുന്നത്? മക്കളെ കൊണ്ടാണ്. ചിലവര് മാതാപിതാക്കളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വീണ്ടും ജനിച്ചവനാണെങ്കിൽ നീ കൊടുക്കേണ്ട ആർക്കാ? ക്രിസ്തു യേശുവിനാണ്. യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാവത്തുള്ളൂ. സമാധാനമില്ലാത്തവൻ എന്റെ അടുക്കൽ വാ, നിനക്ക് സമാധാനം തരും. ഞാൻ ഭാരം ചുമക്കുന്നതിന് നീ എന്റെ അടുക്കൽ വാ, നിന്റെ ഭാരം ഞാൻ മാറ്റിത്തരാം. ആരാ പറഞ്ഞേ? കർത്താവാ പറഞ്ഞേ. സ്വന്തം കർത്താവാ പറഞ്ഞേ. ചിലവര് മക്കള് പറയുന്ന വാക്ക് കേട്ടോണ്ട് പലരും കളഞ്ഞിട്ട് പോയി. ഇന്ന് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്തുവാ? സ്തോത്രം. നീ മക്കളെ വാക്കല്ല കേൾക്കണ്ട, ആരുടെ വാക്കാ കേൾക്കണ്ടേ? ദൈവത്തിന്റെ വാക്കാ കേൾക്കണ്ടത്. സ്തോത്രം. നീ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് കോട്ടം വരുന്ന ഒരു വ്യക്തിയുടെ വാക്കിന് നീ എന്ത് ചെയ്യല്ലേ? പ്രാധാന്യം കൊടുക്കില്ല. നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാ കൊടുക്കണ്ടേ? ക്രിസ്തുവായ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. അവന് മാത്രമേ ആരെയും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് ബ്ലെസ്സിങ് പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഓർക്കുക, സ്വന്തം മാതാപിതാക്കള് ആരെയാ പേടിക്കുന്നത്? അവരെപ്പോഴാ പറയണ്ടേ? ഞങ്ങളെ മോൻ കുരുടനായിരുന്നു, അവന് പ്രായമുണ്ട്, അവൻ പറഞ്ഞു കേട്ടില്ലയോ യേശു അവനെ സൗഖ്യമാക്കി. ആ യേശുവിനെ ഞങ്ങളും വലുതായിട്ട് കാണുന്നു. കാര്യം എന്തുവാ? ഞങ്ങളെ മോഹന്റെ സ്തോത്രം കുരുടനായ സ്തോത്രം പുത്രൻ എന്ന് വിളിച്ച് ഞങ്ങൾ കേട്ട് മരിച്ചവരാ. ഇപ്പോൾ അവർ കാഴ്ച ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ പിച്ചക്കിരിക്കുന്നത് അല്ലെങ്കിൽ യാചകനായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ സ്തോത്രം ആലരിയ ഇന്ന് ഇനിയും അവൻ യാചകനായിട്ടിരിക്കത്തില്ല. ആ അവസ്ഥയാണ് ആര് മാറ്റിക്കൊടുത്തേ? യേശു മാറ്റിക്കൊടുത്തേ. ഇനി ഞങ്ങൾ യേശുവിനെ സേവിക്കും. അതാ പറയേണ്ടത്. അവരെന്ത് പറഞ്ഞേ? അവന് പ്രായമുണ്ട്, അവനോട് ചോദിക്കും. അടുത്ത വാക്യം പറയും എന്തുവാ? അവര് യഹൂദന്മാരെ ഭയപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സ്തോത്രം. ഇന്ന് ദൈവം അനുഗ്രഹിക്കാത്ത ചില കുടുംബത്തെ അനുഗ്രഹിക്കാത്ത കാര്യം എന്തുവാ? ദൈവത്തെ ഉയർത്തേണ്ടടുത്ത് പലയിടത്തും ആരെ ഉയർത്തുന്നില്ല, ദൈവത്തെ ഉയർത്തുന്നില്ല. കാര്യം എന്തുവാ? ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികളെ ഭയപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ചിലവരോടുള്ള സ്തോത്രം ദൈവത്തിന്റെ കാട്ടിൽ കൂടുതലുള്ള സ്നേഹം കൊണ്ട്, കടപ്പാട് കൊണ്ട്. നിനക്ക് കടപ്പാടും സ്നേഹവും ഭയവും എല്ലാം ആരെയാ വേണ്ടേ? ക്രിസ്തു യേശുവിനെയാണ്. സ്തോത്രം. അതുകൊണ്ട് ചില കുടുംബം ഇതുവരെ എന്ത് ചെയ്യട്ടെ? നന്മയെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവസഭയ്ക്കകത്ത് നമ്മൾ പച്ചയ്ക്കാ പഠിപ്പിക്കുന്നു, ഒരു മയവും ഇല്ല. ഇത് കേൾക്കാൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ വിട്ടുപോകുന്നെങ്കിൽ പിന്നെ തിരിച്ചു വരുന്നു. കാര്യം എന്തുവാ? ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തുണ്ടല്ലോ പോയത്. പക്ഷെ തിരിച്ചു വരുവാണെങ്കിൽ പൂർണ്ണമായി നിങ്ങൾ പഴയതിലും ഇരട്ടിയായിട്ട് വീണ്ടും ജനിച്ച് അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ നിങ്ങൾ വരുവാണ്. കാര്യം എന്തുവാ? ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം കേൾക്കാൻ വരരുത്. ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. ഈ സന്തോഷം നിങ്ങൾക്കും വേണോ? പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായി രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് വന്നാൽ നിങ്ങൾക്ക് പ്രാപിക്കാം. അതല്ലാത്തൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, സ്തോത്രം, സമുദായ പള്ളിയിൽ നിന്ന് എല്ലാം വിട്ടിട്ട് ദൈവസന്നിധി വന്ന് സ്നാനപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചിട്ട് സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം എന്തെങ്കിലും ആദായ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അല്പ ലാഭത്തിന് വേണ്ടിയോ സ്തോത്രം സ്വന്തക്കാരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ വീണ്ടും സമുദായത്തിൽ പോയി ചില കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെയും വന്ന് സ്തോത്രം പെന്തിക്കോസ്തിൽ വന്നു കഴിഞ്ഞാൽ കൈക്കൊള്ളാൻ പറ്റുമോ? ക്രിസ്ത്യാനിയെ ചിലർ ചോദിച്ചു, അതിനെന്താ പക്ഷേ അവര് സമുദായത്തിലല്ലേ പിന്നെ പോയത്, അവരിങ്ങനെ. അങ്ങനെ പറയുന്നതിനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നീ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? നീ പഴയതും വിട്ടു, പഴയതുമായിട്ട് പിന്നെന്തില്ല, ഒരു ബന്ധവും ഇല്ല. പള്ളി വിട്ടവൻ പള്ളിക്കകത്ത് വേറെ കല്യാണം നടക്കുക, പിന്നെയും പോയി ചെന്ന് ഫ്രണ്ടിൽ പോയിരിക്കും. ആ ഒരു മന്ദിരമേ, ആ സ്ഥാപനമേ നീ വിട്ടവനാ. നീയായിട്ടൊരു ബന്ധമില്ല. കല്യാണത്തിന് വിളിച്ചത് അവിടെ അല്ല, എവിടാ വിളിച്ചേ? കൃഷ്ണത്തിന് ഫുഡ് അടിക്കാനാ വിളിച്ചിട്ട് പോയാൽ മതി. സ്വത്രം പിന്നെയും പോയി പള്ളിക്കകത്തിരിക്കും. പള്ളി ഇരിക്കുന്നതിന് എന്താ കുറ്റം? ഞാന് കുരിശ് വരച്ചില്ലല്ലോ, കിഴക്കോട്ടിരുന്നില്ലല്ലോ, പടിഞ്ഞാറോട്ടിരുന്നില്ലല്ലോ, എന്താ കുറ്റം? അന്നാ നീ വെള്ളവഴി നിർത്തി. സ്തോത്രം. ഞാൻ എന്റെ കൂട്ടുകാരന് വേണ്ടി ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയി ഒരാളെ കാണാൻ ബാറി പോയിരിക്കോ, എന്താ കുറ്റം? ഞാൻ കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ, പാവിയുടെ വഴി ഇരിക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ന്യായപ്രമാണത്തിന് രാപ്പകൽ ദാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ വാക്യം എന്തിനാ അവിടെ ഉപയോഗിച്ചേ? അപ്പൊ എവിടൊക്കെ പോയിരിക്കാം, എവിടൊക്കെ ബന്ധം കൂടാം? സ്തോത്രം. കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയി ശാപ്പാട് അടിക്കാൻ തിരിച്ചു പോവുക. സ്തോത്രം. അതിനപ്പുറത്തോട്ട് പോയിരിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ആ പുരോഹിതന്റെ കീഴിൽ പോയിരുന്നു അവന്റെ ഭരണവും കേൾക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേക്കുന്നത്, ആണോ? സ്തോത്രം. ഞാന് ഒരിടത്ത് പോയി മിണ്ടാതിരുന്നാല് അതിന്റെ അർത്ഥം എന്തുവാ? അവിടെ സത്യാഗ്രഹം നടക്കുക, അതിനകത്ത് ഞാനും പോയിരിക്കും. ഞാനൊന്നും മിണ്ടിയിട്ടില്ല, ഞാൻ ആ ബാക്കിൽ വെഞ്ചിരിക്കുക. എന്റെ അർത്ഥം എന്തുവാ? എന്നെ കാണുമ്പോൾ ഒരാളെന്തു ഓർക്കുന്നത്?
ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് അവിടെ സത്യാഗ്രഹം ഇരിക്കും, ഞാൻ എന്റെ ബാക്കിലെ സീറ്റിൽ പോയിരിക്കും. എന്നെ അറിയുന്നു അതിലെ നടന്നു വരുമ്പോൾ അവ എന്നെ നോക്കിയിട്ട് എന്ത് ഓർക്കുന്നു, ഇവൻ ഈ പാർട്ടി അല്ലയോ, ഇവരും കൂടെ അല്ലയോ, അവന് സത്യാഗ്രഹം ഇരിക്കുമോ അല്ലേ പറയുന്നത്. ഞാനൊന്നും അവിടെ സംസാരിച്ചില്ല, പ്രസംഗിച്ചില്ല, എന്റെ പേരാരും പറഞ്ഞില്ല, ഒന്നുമില്ല. നീ അവിടെ നിന്നാ മതി. അതുകൊണ്ട് നീ എവിടെങ്കിലും പോയിച്ചിട്ട് പറയും ഞാൻ മിണ്ടിയില്ല, ഞാൻ അനങ്ങിയില്ലെന്ന് പറഞ്ഞാൽ നീ പോകണ്ടാത്തടുത്ത് പോയി കഴിഞ്ഞാൽ നീ അവിടെ പോയതിന് തുല്യമാണ്. നീ ചെയ്യണ്ടാത്ത ചെയ്യാതിരുന്നാലും നീ അതിന് തുല്യമാണ്. സ്തോത്രം. സ്തോത്രം. ഒരാൾ രക്ഷിക്കപ്പെട്ടു, സ്തോത്രം, ദൈവസ്ഥാനിൽ വന്നു, ദൈവത്തിന് വേണ്ടി നിന്നു, സ്തോത്രം. അദ്ദേഹത്തിന്റെ അമ്മായിപ്പന്റെ മരണം, ഹിന്ദു പ്രകാരം അരിയിടണം, സ്തോത്രം. അവൻ മാറിയിരിക്കുമായിരുന്നു. അവനെ പോകാതിരിക്കാൻ പറ്റുന്ന അമ്മായിപ്പന്റെ മരണം മാറിയിരിക്കുക. അപ്പോഴ് ഇവൻ ചെല്ലണം, ഇവന്റെ ചടങ്ങായി, ഇവൻ ചെന്നേ പറ്റും. ഇവനെ വിളിച്ചു വന്ന് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, സ്തോത്രം. ഞാൻ ഇവിടെ വന്നത് എന്റെ അമ്മായിപ്പം മരിച്ചു, എനിക്ക് അതിന് ദുഃഖമെല്ലാം ഉണ്ട്, അത് നല്ല മനുഷ്യനെല്ലാമാണ്. പക്ഷെ ഞാൻ ഇത് ചെയ്യത്തില്ല. കാര്യം എന്തുവാ? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന പൈതലാണ്, സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയി അവന്റെ സാക്ഷ്യം കേട്ടപ്പോ, സ്തോത്രം. അവൻ പോയെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പോയെങ്കിലും ആരെ ഉയർത്തി? അവിടെ അവൻ ഒരു ചടങ്ങിലും പങ്കെടുത്തില്ല, അവൻ ക്രിസ്തുവിനെ ഉയർത്തി. എന്നിട്ട് അവൻ പറഞ്ഞു ഇതോടെ പരിപാടി നിർത്തി, ഇനി 41 മറ്റൊരു പരിപാടിക്കൊന്നും എന്നെ വിളിക്കല്ല, ഞാൻ വരത്തില്ല. അതെ, ഞാൻ അതേപോലെ ഒരു വിശ്വാസിയെ കണ്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഇതിലൊന്നുമില്ല, അവിടെ 7ന്റെ കുളിയുണ്ട്, അതുവരെ അവിടെ അങ്ങ് താമസിച്ചു. എന്നിട്ട് പറഞ്ഞിട്ട് പറയാ ഞങ്ങൾ അതിലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവരെ ഏറ്റെടുക്കാൻ പറ്റും. നമ്മളെ ചർച്ചയിലുണ്ടായിരുന്നു, നമ്മളിറങ്ങി എന്തായാലും ചർച്ചയിൽ അങ്ങ് പോയി രക്ഷപ്പെട്ടത് കൊണ്ട് എനിക്ക് അന്നത്തോട് മനസ്സിലായി അവരുടെ വിശ്വാസം എന്തുവാന്ന്. കാര്യം എന്തുവാ? എടാ നീ കണ്ടു, നിന്റെ വല്യമ്മ മരിച്ചു, അമ്മൂമ്മ മരിച്ചു, ശരിയാ, കണ്ടു, കാര്യം കഴിഞ്ഞു. അവിടെ മറ്റേ ചടങ്ങാ, അത് കഴിയുമ്പോഴേ നിനക്ക് വിട്ടുപോവാം. പക്ഷെ വിട്ടുപോകുന്നില്ല. ഞങ്ങൾ 7ന്റെ അന്ന് ഞങ്ങൾ ഇതിലൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും അല്ല, സ്തോത്രം. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മാറണം, പൂർണ്ണമായി മാറണം. അവനെയാണ് ആർക്ക് വേണ്ടത്? അതുകൊണ്ട് ദൈവം പറഞ്ഞത് ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, സഹോദരങ്ങള്, സ്വത്ത്, സുഖങ്ങളെല്ലാം വിട്ട് എന്റെ പിന്നാലെ വരുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഇതെല്ലാം വിട്ടു വരാനാണോ? ഇതിനൊന്നും അല്ല പ്രാധാന്യം. പ്രാധാന്യം ഇതിനു വേണ്ടിയാണ്. നീ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അതിന് മാത്രമേ എന്ത് ചെയ്യാവൂ? പ്രാധാന്യം കൊടുക്കാവൂ. അല്ലാത്തൊന്നിനും ഈ പ്രാധാന്യം കൊടുക്കല്ലേ. എനിക്ക് ആ ഭവനത്തിൽ ആ മരണത്തിൽ നിന്നപ്പോ ആ ചടങ്ങ് ഇരിക്കുക. എനിക്ക് അപ്പോഴേ അറിയാം ഈ ചടങ്ങ് ഉണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞു നിങ്ങൾ അടക്കിയില്ലേ, അവരെ ദഹിപ്പിച്ചില്ലേ, നിങ്ങളെ പരിപാടി കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് വീട്ടിൽ പോകണം. ഇപ്പൊ പോകും. 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു. കാര്യം എന്തുവാ? കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് പറയാം ഞങ്ങൾ ഇതിലൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ആർക്ക് വേണം ഈ പ്രാർത്ഥന? ഇന്നത്തെ പല സഭയുടെയും പ്രാർത്ഥന ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ്. ഇന്ന് സ്തോത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ അതിനോട് ചേർന്നുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്തില്ല, ദൈവത്തോടൊപ്പം നിൽക്കത്തുള്ളൂ, അതിനൊപ്പം നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് കാണുന്ന സഭകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടത് എന്തുവാ? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ. ചിലവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞെന്നാ. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ ആണ്. ഒരിക്കലുമല്ല. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ മുതലാണ് നീ തുടങ്ങുന്നത്. ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്. കഴിഞ്ഞ കാലം വരെ നീ ജീവിച്ചത് ലോകത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. നീ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ മുതൽ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ദൈവത്തിന് വേണ്ടി. നിന്റെ ഓരോ ജീവിതവും, ഓരോ സ്റ്റെപ്പ് ജീവിതവും ആർക്ക് പ്രാധാന്യമാണ്? ദൈവത്തിന് പ്രാധാന്യമാണ്. അതാ ദൈവം കണക്കിട്ടിട്ടാണ് നിന്നെ എവിടേക്ക് വിളിക്കുന്നത്. സ്നാനപ്പെടുമ്പോഴും നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. സ്നാനപ്പെട്ട് എഴുന്നേക്കുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം ജീവന്റെ പുസ്തകത്തില് ദൈവം പറയുക അത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ മായ്ച്ചും കളയും. കാര്യം എന്തുവാ? നിന്നെ സ്നാനപ്പെടുന്ന എടുത്ത തീരുമാനം ഉണ്ടല്ലോ, സ്നാനപ്പെടുന്ന എടുത്ത തീരുമാനമാണ് ഏറ്റവും വലിയ തീരുമാനം. ആ തീരുമാനം ലോകത്തെല്ലാം വിട്ടിട്ട് എനിക്ക് ഇനി ഒരു രക്ഷിതാവേ ഉള്ളൂ, അത് ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആ തീരുമാനം ആ കർത്താവിന് ഏറ്റവും വലുത്. ആ തീരുമാനപ്രകാരമാണോ നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആർക്ക് മതി? ദൈവത്തിന് മതി. അല്ല എങ്കിൽ ആർക്ക് വേണ്ട? ദൈവത്തിന് തന്നെ വേണം. കൂടെ സ്വഭാവം മാറ്റുവാൻ സ്തോത്രം പച്ച മലയാളത്തിൽ പറഞ്ഞ ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നവരൊന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ ആളാണ്, ഇവിടെ ചെല്ലുമ്പോ ഇവിടുത്തെ ആളാണ്. ദൈവത്തിന് വേണം? ദൈവത്തിന് വേണ്ട. അടുത്തത് അവനെ ക്രിസ്തു എന്ന്
മനുഷ്യനാകണമെന്ന് യഹൂദന്മാർക്ക് അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മായപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിക്കണമെന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമത് വിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനവൻ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. കണ്ടോ, അവൻ ആദ്യം പ്രസ്താവിച്ചു, രണ്ടാമത് അവനോട് ചോദിക്കുക, സ്തോത്രം, അവൻ നിനക്ക് എന്ത് ചെയ്തു. ആ ചോദ്യത്തിനോട് അർത്ഥമുണ്ടോ? കാര്യം എന്തുവാ? അവർക്ക് ഏറ്റെടുക്കാൻ വയ്യ. ഈ അത്ഭുതത്തെ അവർക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഈ വിടുതലിനെ അവർക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അംഗീകരിക്കുന്ന രീതിയിൽ അവരുടെ ഉള്ളത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? പാരമ്പര്യങ്ങൾ അവിടെ കിടക്കുക. ഇന്ന് പ്രിയ മക്കളെ, വീണ്ടും ജനിച്ചിട്ടും ചിലത് വിടാതെ കിടക്കുന്നുവെങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞ എന്തുവാ? നീ ആള് മാറണം. സ്തോത്രം, നീ ആള് മാറണം. പഴയ മനുഷ്യൻ അവിടെ ചത്തു. വെള്ളത്തിനകത്ത് നിന്റെ പഴയ മനുഷ്യൻ ചത്തു. നീ എഴുന്നേറ്റിരിക്കുമ്പോ നീ പിന്നെ ആരാ? പുതിയ വ്യക്തിയാ. നിനക്ക് ആള് മാറേണ്ട രീതി മാറിയില്ല എങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല. ചിലർ ഇപ്പോഴും ചില പ്രമാണങ്ങളും ചില ബന്ധങ്ങളും സ്വന്തങ്ങളും വെച്ചിരിക്കുക. സ്തോത്രം, വിടാൻ പറ്റുന്നതിനും വിടുന്നില്ല. നീ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രാധാന്യം പിന്നെ ക്രിസ്തു മാത്രമാ. ക്രിസ്തുവിന് അപ്പുറത്തൊരു ജീവിതം നിനക്കില്ല. നീ ഏറ്റവും കൂടുതൽ ആർക്കാ പ്രാധാന്യം കൊടുക്കേണ്ടത്? ക്രിസ്തുവിനാ കൊടുക്കേണ്ടത്. സ്തോത്രം, മനുഷ്യന്റെ പ്രസാദത്തിന് വേണ്ടി അല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ പ്രസാദത്തിന് വേണ്ടി അല്ല വിളിച്ചിരിക്കുന്നത്. നിനക്കൊരു യജമാനനേ ഉള്ളൂ, അത് കർത്താവായ യേശുവ. നിനക്കൊരു അപ്പനേ ഉള്ളൂ, അത് കർത്താവായ യേശുവ. ഒരു മണവാളനേ ഉള്ളൂ, അത് കർത്താവായ യേശുവ. നിന്റെ ജീവിതത്തിനകത്ത് സകലതും ആരാണ്? കർത്താവായ യേശുവ. നീ പ്രാധാന്യം കൊടുക്കേണ്ട ആർക്കാ? യേശുവിനാണ്. സ്തോത്രം, ഇവർക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാ ഇവര് കണ്ട വലിയൊരു അത്ഭുതം, അനേറെ സാക്ഷ്യമുണ്ട്. ആരുണ്ട്? ഇവന്റെ മാതാപിതാക്കൾ വരെ വന്ന് സാക്ഷ്യം പറഞ്ഞു ദൈവം ചെയ്ത വിടുതലാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പ്രിയ മക്കളെ, അംഗീകരിക്കാത്ത ഒരുത്തൻ ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പൈതലാവാൻ പറ്റത്തില്ല. അംഗീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കും. ചിലർ പറയത്തില്ലേ കുത്തുകൊള്ളുന്നത്. കുത്തുകൊള്ളുന്നെങ്കിൽ മാറിയാൽ മാത്രമേ ആ കുത്തിന് അർത്ഥമുള്ളൂ. നീ കുത്തുകൊള്ളുന്നു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല? നന്മ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. ചിലർക്ക് ദൈവസഭയ്ക്കകത്ത് വന്ന സ്ഥാനമാനം വേണം. ദൈവസഭ സ്ഥാനമാനം എടുക്കുന്ന സ്ഥലം അല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ? എന്നെ തന്നെ ഉദയ്ക്കേണ്ടതാണ് ദൈവസഭ. ഞാൻ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ ഇരിക്കുവാനെന്നാണ് ദൈവസഭ. അവിടെ വന്നിട്ട് പറയാ ഞാൻ ഏതാണ്ട് ആവണം എന്ന് പറഞ്ഞ് നടക്കൂ. സ്തോത്രം, നീ ലോകത്തിൽ പലതും ആയിക്കോ, വീടിനകത്തായിക്കോ, പക്ഷെ ദൈവസഭ വരുമ്പോ എന്ത് ചെയ്യണം? നീ ഭയപ്പെടണം. നീ ഭയപ്പെടേണ്ട ആരെയാ? ദൈവത്തെയാ. നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. നിനക്കൊരു അവസരം അവിടെ കിട്ടുന്നെങ്കിൽ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തിട്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാനുള്ളതല്ല, ആള് കാണിക്കാനുള്ളതല്ല. സ്തോത്രം. അടുത്തത്, അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണെങ്ങനെ തുറന്നു ചോദിച്ചു. അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്, നിങ്ങൾക്ക് അവൻ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? സ്തോത്രം. 2-3 ആയപ്പോഴേ അവന്റെ സ്വഭാവം മാറി. അവൻ എടുത്തു വായിച്ചു, നിങ്ങൾ ഇത്രയെല്ലാം പറയേണ്ടത് വിശ്വസിക്കുന്നില്ല. സ്തോത്രം, അതല്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവന്റെ ശിഷ്യന്മാരാകുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സ്തോത്രം, താല്പര്യം ഉണ്ടോ? അതുകൊണ്ടാ പ്രിയ മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൃപാവരങ്ങളെ ചെലവഴിക്കുന്നിടത്ത് ചെലവഴിക്കാവും. ഏറ്റെടുക്കുന്നവന് എന്റെ അടുത്ത് ചെലവഴിച്ചാലേ ആ കൃപാവരത്തിന് ഒരു അർത്ഥം ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഏറ്റെടുക്കാത്തവന്റെ അടുത്ത് പോയി ഇത് വിളമ്പി കൊടുക്കാൻ. നിങ്ങൾ ആരാ? ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളാവുന്നതനുസരിച്ച് നമ്മളെ തന്നെ ഉടച്ചോണം, നമ്മളെ തന്നെ താഴ്ത്തിക്കണം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നെങ്കിൽ നമ്മൾ എവിടുത്തെ അല്ല, നമ്മൾ എവിടുത്തെ അവകാശിയാ? സ്വർഗത്തിന്റെ അവകാശിയാണ്. പ്രൈസലോ. അവൻ എടുത്ത് വായിച്ചു നോക്കിയോ, 3-ാമതായപ്പോ അവൻ ചോദിച്ചു, എന്തു പറഞ്ഞു? നിങ്ങൾ അവന്റെ ശിഷ്യന്മാരാവാൻ ആഗ്രഹിക്കുന്നു. അടുത്തത്, അപ്പോൾ അവൻ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. കണ്ടോ, മോശയോട് ദൈവം സംസാരിച്ചെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ മോശയുടെ ശിഷ്യൻ, നീ അവന്റെ ശിഷ്യൻ. മോശയുടെ ശിഷ്യന്മാരായിരുന്നെങ്കിൽ ആരുടെ ശിഷ്യന്മാരായനെ? ദൈവത്തിന്റെ ശിഷ്യന്മാരെ. കാര്യം എന്തുവാ? സ്തോത്ര സ്പോട്ടില് ആമേൻ. ഈ സ്തോത്രം ഒരിക്കലും നടക്കാത്തൊരു അത്ഭുതം ചെയ്തതാ, അത്ഭുതം കണ്ടതാ, അനുഭവിച്ചതാ. അവര് ആർക്ക് വില കൊടുത്തനെ? കർത്താവായ യേശുവിന് വില കൊടുത്തനെ. അവരോടൊന്ന് പറയുക. അതുകൊണ്ട് തന്നെ സ്തോത്ര യോഹന്നാൻ സ്ഥാപകൻ അമികാലം രക്ഷിക്കപ്പെടാൻ സ്തോത്ര സ്നാനപ്പെടാൻ വേണ്ടി കുറച്ചു പേരെ കൊണ്ട് വന്നപ്പോൾ ചോദിച്ചേ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ആമീൻ നിങ്ങളെ ഉള്ളം കൊണ്ട് അമികാലിയ അബ്രഹാമിന്റെ മക്കൾ നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങൾ യഥാർത്ഥമായ അബ്രഹാമിന്റെ മക്കളായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് ഉടനെ. ഇത് മോശയുടെ ശിഷ്യന്മാരെ യഥാർത്ഥമായിട്ട് ആയിരുന്നെങ്കിൽ ആരുടെ സന്നിധി ഉടനേനെ? യേശുവിന്റെ സന്നിധി ഉടനെ യേശുവിനെ ഏറ്റെടുത്തേ. കാര്യം എന്തുവാ? ഇവർക്ക് ചില പ്രമാണവും
ചില പാരമ്പര്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് വിട്ടുകളയാൻ വയ്യ. അതുകൊണ്ടാണ് ഇവർ പിന്നെ അവനോട് ചോദിച്ചു, അവൻ എടുത്ത വായിച്ചു ചോദിച്ചു, സ്തോത്രം, നിങ്ങൾക്ക് യേശുവിന്റെ ശിഷ്യന്മാരാവണോ? സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാരായി കഴിഞ്ഞാൽ ഈ അത്ഭുത പ്രവൃത്തികൾ ആർക്കും ചെയ്യാൻ പറ്റും? ശിഷ്യന്മാർക്കും ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. ദൈവം ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളും ആർക്കും ചെയ്യാൻ പറ്റും? ദൈവ മക്കൾക്കും ചെയ്യാൻ പറ്റും. അടുത്തത്, ഇവനോ എവിടെ നിന്നെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്നെന്നും നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. കണ്ടോ, എന്റെ കണ്ണ് ഒരിക്കലും നടക്കാത്ത സംഭവം. അത് കണ്ടിട്ട് പോലും നിങ്ങൾക്ക് അദ്ദേഹം എവിടുന്നാ വന്നതെന്ന് അറിയത്തില്ല, ദൈവത്തിന്റെയാന്ന് അറിയത്തില്ല. ഇന്ന് പ്രിയ മക്കളെ, സ്തോത്രം, പലയിടത്തും ഞാനൊരു ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ തന്നെ ഓർക്കാറുണ്ട്, സ്തോത്രം, ചിലവരൊന്നും ഇതുവരെ അറിയുന്നില്ലയോ ദൈവമക്കൾ ആരാന്ന് അറിയത്തില്ലയോ, എങ്ങനെ ദൈവമക്കൾ ജീവിക്കേണ്ടതെന്ന് അറിയത്തില്ലയോ, ചിലവർക്ക് എന്തുകൊണ്ട് യേശുവിനെ അറിയേണ്ട രീതി അറിയുന്നില്ല. പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ഇന്ന് ഈ മനുഷ്യൻ ചോദിക്കുക, സ്തോത്രം, സ്തോത്രം, എനിക്ക് ഇത്രയും വലിയ അത്ഭുതം ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടുന്നാ വന്നതെന്ന്, യേശു കർത്താവ് എവിടുന്നാ വന്നതെന്ന് മനസ്സിലാക്കുന്നില്ലയോ? അടുത്തത്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. കണ്ടോ, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന മാത്രമേ ആര് കേൾക്കത്തുള്ളൂ? ദൈവം കേൾക്കത്തുള്ളൂ. ഇന്ന് പകരം പ്രിയ ദൈവത്തിൽ ഓർത്തോ, പാപികളുടെ പ്രാർത്ഥനയൊന്നും ആര് കേൾക്കത്തില്ല? ദൈവം കേൾക്കത്തില്ല. സ്തോത്രം. പാപികൾ നിന്നെ ശപിച്ചാലോ പ്രാപിയാലോ അത് നിന്നെ കേൾക്കത്തില്ല. കാര്യം എന്തുവാ? ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളും പ്രാർത്ഥിച്ചാൽ മാത്രമേ ആര് പ്രാർത്ഥന കേൾക്കത്തുള്ളൂ? ദൈവം കേൾക്കത്തുള്ളൂ. അടുത്തത്, സ്തോത്രം പറയുക. അടുത്ത വലിയൊരു സാക്ഷ്യം പറയുക. കുരുടനായി മനുഷ്യനായി ജനിച്ച ഞാന് അമികാലം നിങ്ങൾ ലോകം ഉണ്ടായപ്പോ മുതൽ ചിന്തിച്ചു നോക്ക്, കുരുടനായ ഒരു മനുഷ്യന് കാഴ്ച ലഭിച്ചത് എങ്ങനെ? സ്തോത്രം. കണ്ണ് തുറന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ അത്ഭുതം കണ്ടിട്ട് പോലും ഒരിക്കലും നടക്കാത്ത, ഇമ്പോസിബിൾ ആയ ഒരു അത്ഭുതമാണ് ഇവിടെ ദൈവം ചെയ്തത്. നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യമാണ് ദൈവം നടത്തി കൊടുത്തത്, പോസിബിൾ ആക്കി കൊടുത്തത്. എന്നിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആ യേശുവിനെ വിശ്വസിക്കുന്നില്ല. അടുത്തത്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്തോത്രം പറയുക. പാപിയായ സ്തോത്രം, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. സ്തോത്രം. ദൈവത്തിന് വേണ്ട എന്തുവാ? പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നവന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തുള്ളൂ. അത് പിന്നെ കേൾക്കുന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നു. സ്തോത്രം. ഇത്രയെല്ലാം അത്ഭുതം കണ്ടിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിശ്വസിക്കാൻ കഴിയുന്നില്ല. അടുത്തത്, അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞവനെ പുറത്താക്കി. കണ്ടോ, ഞാൻ ഓർക്കുക, നമ്മളെ ആരെങ്കിലും എല്ലാം തള്ളിക്കളയുന്നത് നല്ലത്. തള്ളിക്കളഞ്ഞാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. സ്തോത്രം. നമ്മള് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴേ ചിലവരുടെ ഫ്രണ്ടിലെല്ലാം നമ്മള്, അല്ലെങ്കിൽ ബന്ധുക്കളെ വേണ്ടി, സ്വന്തക്കാരെ വേണ്ടി, ദേശത്തെല്ലാം നമ്മൾ ചിലപ്പോ എന്തുവാ ഒറ്റപ്പെട്ട അവസ്ഥ കാണും. പക്ഷെ നമ്മൾ ഭാഗ്യവാന്മാരാ. കാര്യം എന്തുവാ? നമ്മളെ കൂടെ ആരിരിക്കും? ദൈവം ഇരിക്കും. അതിനകത്ത് വലിയൊരു വാക്യമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. ഇനി അടുത്തതാ, സ്തോത്രം, അവനെ എന്ത് ചെയ്തില്ല? അവൻ പറഞ്ഞ സാക്ഷ്യമൊന്നും അവര് കൈക്കൊണ്ടില്ല, അത്ഭുതമൊന്നും കൈക്കൊണ്ടില്ല. അവനെ എന്ത് ചെയ്തു? അവര് പുറത്തെടുത്ത് കളഞ്ഞു. സ്തോത്രം. അവനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അവനെ ആര് വെളിപ്പെട്ടു? യേശു വെളിപ്പെട്ടു. സ്തോത്രം. ഇന്ന് പ്രിയങ്ങളെ, നമ്മൾ ഒറ്റയ്ക്ക ആരുമില്ലെന്ന് പറയല്ലേ. അപ്പോഴും നിങ്ങളെ മേൽ ആര് വെളിപ്പെടും? യേശു വെളിപ്പെടും. ആ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചോണം. ആ പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചോണം. തള്ളപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോൾ സന്തോഷിച്ചോണം. ആ പ്രതികൂലങ്ങൾ വരുമ്പോൾ സന്തോഷിച്ചോണം. കാര്യം എന്തുവാ? അവിടെ ആരുണ്ട്? യേശു. യേശു എന്ത് ചെയ്യും? അത്ഭുതം ചെയ്യും. സ്തോത്രം. യേശു എന്ത് ചെയ്യത്തില്ല? നമ്മളെ ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ഇന്ന് പ്രിയ നമുക്കളെ, അമികാലയെ ചിലവരെല്ലാം തള്ളിക്കളഞ്ഞാലേ, ചിലവരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലേ ആരനുഗ്രഹിക്കത്തുള്ളൂ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. ഇന്ന് പകൽ ഓർത്തോ, ചിലവര് തള്ളുന്നത് ഏറ്റവും നല്ലതിനാണ്, ചിലവര് നമ്മളെ ഉപേക്ഷിക്കുന്നത് നല്ലതിനാണ്. കാര്യം എന്തുവാ? കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ സമയമായി. അത് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് തരാൻ പോകും. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു പോകാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ അടുത്ത വാക്യങ്ങളെല്ലാം പറയുന്നത് യേശു ഉടനെ അവിടെ വന്നു, അവന് മുമ്പിൽ വെളിപ്പെട്ടു, യേശു അവനെ ചേർത്ത് പിടിച്ചു. സ്തോത്രം. യേശുവിനെ കാണാൻ പറ്റിയില്ലായിരുന്നു. യേശുവിന്റെ സ്പർശനം അവൻ ഏറ്റവനാണ്, യേശുവിന്റെ ശബ്ദം കേട്ടവനാണ്. പക്ഷെ അപ്പോഴ് ആ പ്രതികൂലവും പ്രയാസവും സങ്കടവും അവന്റെ ജീവിതത്തിനകത്ത് വന്നപ്പോഴാണ് അവൻ ആരെ അനുഭവിക്കാൻ പറ്റിയത്? യേശുവിനെ അനുഭവിക്കാൻ. യേശു എന്ത് ചെയ്തു? അവനെ തേടി വന്നു. അപ്പൊ ഓർത്തോണം പ്രിയ നിമക്കളെ, ചില നിന്ദയും കഷ്ടവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ആരെ അടുത്ത് വരും? യേശു അടുത്ത് വരും.
സ്തോത്രം. നമ്മളെ എന്ത് ചെയ്യത്തില്ല, അനാഥരായി കൈവിടത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. കാര്യം എന്തുവാ, ദൈവം എപ്പോഴും നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തോട് ചേർത്ത് നിൽക്കുവാനാണ്. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ ഒന്ന് പൂർണ്ണമായ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് മേൽപ്പിച്ചു കൊടുക്കാം. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. കടന്നു വന്ന ദൈവമക്കളെ പ്രാർത്ഥിക്കുക. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഭവനത്തിൽ ഇരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിദേശത്തുള്ള ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. യാത്രയിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഓരോരുത്തരുടെയും ദൈവത്തിന്റെ വാസ്തവത്തിന്റെ ദൂതുകൾ ഉണ്ടാവട്ടെ. ഓരോ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാവട്ടെ. ഓരോ കുടുംബത്തെ ദൈവം വിടുവിക്കട്ടെ. ദൈവത്തിന്റെ സകല മഹത്വം ഉണ്ടാവട്ടെ. ദൈവം ചില വാതിലുകൾ തുറക്കട്ടെ. ഈ മെസ്സേജോട് ചില വാതിലുകൾ തുറക്കട്ടെ. ഈ മെസ്സേജോട് ചില ബന്ധനങ്ങൾ മാറട്ടെ. ഈ മെസ്സേജോട് ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ മെസ്സേജോട് ദൈവത്തിന്റെ ഉണർവ് ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ